ഹലോ ഹായ് വെൽക്കം ടു ഏത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ എഫ് എം, ജിയോ 7 അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ പേജുകൾ കൂടെ ഫോളോ ചെയ്യണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടൻറ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ഗോളിലേക്ക് നമ്മൾ പതിയെ നടന്നെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും ദയാദാക്ഷിണ്യവും പ്രതീക്ഷിക്കുന്നു. യെസ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷീപ്പ്, ആട് ആട് 3 ആട് 3നെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ ഷജി പപ്പനൻ ടീമിനെ വെൽക്കം ചെയ്യുന്നു. മേ വെൽക്കം ടു ദ ഷോ. ഹായ് കയറി വരൂ മിസ് യുഡിസി കുമാരി ആൻഡ് ഡോക്ടർ സിൻസ്. യെസ്. ഹായ് 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 എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ മേ? രാവിലെ ആയതുകൊണ്ട് അതൊന്നും ഒരു പുള്ളില്ല. ആണല്ലേ? പുല്ല് നന്നായിട്ടുണ്ട്. തിന്നഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല. എന്താണേലും യെസ് ഉഗ്രൻ. പറയൂ. നന്നായിട്ടുണ്ടല്ലേ? കുറെ നാളായി ഒരു നീ ഇത് മിമിക്രി. സ്ഥിരം സാധാരണ നീ- ഉണ്ട്, നീ 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 ഇത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു യൂട്യൂബ് ഇതിനു വേണ്ടി സാധനം സ്പെസിഫിക് ആയിട്ട് ഒരു യൂട്യൂബ് ചെയ്യാത്തതുകൊണ്ടൊരു ചാനൽ തുടങ്ങാം. അത് മിമിക്രി എൻ്റെ ചാനൽ ആട് ദിഗംബരന്റെ ജീവിതം ചെയ്തപ്പോഴും നീ മിമിക്രികളാണ്. ഇത് ചെയ്യണമായിരുന്നു എന്നാണ് ഞാൻ അതെ പറയുന്നത്. ആടുജീവിതം നമ്മൾ ചെയ്തില്ല. ഓ അത് പക്ഷെ ആണോ? ഓക്കെ, ഇല്ല ഇല്ല. സോറി. നമ്മൾ അത് കാട് പക്ഷെ അത് ജീവിതം ചെയ്തായിരുന്നു. കഗ്ഗു. അത് പക്ഷെ റോങ് ആയി പോകും. അത് വേറൊരു ടൈപ്പ് കരച്ചിലായി മാറും. അതെ അതെ അതെ. അയ്യോ യെസ്. എന്റെ ദൈവമേ. പൊറുവന്റെയും കങ്കന്റെയും കഥ പറഞ്ഞ കാട് ജീവിതം അതെ അതെ. വല്ലാതെ ഓർക്കുന്നു ഞാൻ. അപ്പോൾ ആട് 3 എനിക്ക് തോന്നുന്നു നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്താന്ന് തോന്നുന്നു ആട് 1 ഇറങ്ങുന്നത്. അപ്പം 2015. കോട്ടയത്ത് ധന്യാരമ്യയിലാണ്ടാണ് ഇത് ഇറങ്ങിയത്. എന്നിട്ട് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാതിരുന്നതിൻ്റെ കാര്യമൊക്കെ എൻ്റെ കൂട്ടുകാരൻ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ അത് കാണുന്നതും. എനിക്ക് ആദ്യം കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. പക്ഷെ ഇതിൻ്റെ ഡയലോഗുകൾ നമ്മൾ ക്ലാസ്സിൽ സ്ഥിരം പറയുമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ചക്രപാണിയൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ആടിലെ ഏതെങ്കിലും ഒരു ഡയലോഗ് നമ്മൾ പറയുന്നത് കൊണ്ട് അങ്ങനെ അങ്ങനെ അത് പറഞ്ഞ് അതൊരു കൾട്ട് ലെവലിലേക്ക് നമുക്കിടയിൽ തന്നെ വളർന്നു. അതുപോലെ തന്നെ മലയാളി പ്രേക്ഷകർക്കിടയിലും ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയെടുക്കുകയുണ്ടായി. പിന്നീട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വർക്കായി. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സത്യം തിരിച്ചറിയുന്നത്. തിയേറ്ററിലെ ഇറങ്ങിയ ഇതല്ല അവര് മറ്റേ DVD ഇറക്കിയപ്പോൾ അതിൻ്റെ ചില പോർഷൻസ് ഒക്കെ ഒന്ന് ട്രിം ചെയ്തൊന്ന് സെറ്റാക്കി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓ OTTയിലും ഇതിലൊക്കെ കിടക്കുന്നത് ആ എഡിറ്റഡ് വേർഷൻ ആണെന്നാണ് എനിക്ക് കേട്ടിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് കൂടുതൽ എൻജോയബിൾ ആയെന്ന് തോന്നുന്നു. പക്ഷെ അപ്പോൾ ആദ്യത്തെ വെർഷൻ എന്തായിരുന്നു എന്ന് ഇപ്പം എനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. എന്താണേലും അപ്പോൾ പറയൂ, എന്താണ് നിങ്ങളുടെ ആട് 3? ആട് 1ഉം 2ഉം ലെവലിലേക്ക് എത്തിയോ അതോ മേ മൂ ആയിപ്പോയോ? എന്താണ് നീ പ്രശ്നം? നമ്മൾ കോളേജിൽ പഠിച്ച ടൈമിലെ ഫസ്റ്റ് പടം ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോഴേ നേരത്തെ നമുക്കിങ്ങനെ ഓരോ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ആ പടത്തിനെ കുറിച്ചും പിന്നെ നമ്മുടെ പോഡ്കാസ്റ്റ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നതിനെ കുറിച്ചും ഒരു ഡിസ്കഷൻ നമുക്ക് പ്രോബ്ലി കാണും. ഞങ്ങളെല്ലാവരോടും ഇങ്ങനെ ഇരുന്നിട്ട് ഇതിങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യും. അപ്പൊ അന്നേരം ഞങ്ങളിങ്ങനെ എന്താണ് ഈ പടങ്ങളൊക്കെ ഏത് കാലയളവിലാണ് ഇറങ്ങിയെന്നുള്ളത് ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ദിഗുവിനോടും സിൻസിനോടും ഇങ്ങനെ പറയുമായിരുന്നു, എടാ ഇത് മറ്റേ രണ്ടാമത്തെ പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷം വ്യത്യാസത്തിലാണ് 2ഉം 3ഉം തമ്മിൽ ഇറങ്ങിയത് എന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഒരു 2 years 1.5 years വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ദിഗു എന്നാ നമ്മൾ കോളേജിൽ പഠിച്ച സമയത്താണ് ഫസ്റ്റ് പടം ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോഴേ I just realized that we are aging with whatever is happening. പ്രായമായി എന്നുള്ള ഒരു നീ എനിക്കും മുതുക്കിയായി, വയസ്സായി അതുകൊണ്ടാ. വീടിനും വയസ്സായി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നീ സ്പെഷ്യലായിട്ട് മുതുക്കിയായി, അതുകൊണ്ട് നീ പേടിക്കണ്ട. പ്രായം മുന്നോട്ട് ഈ പോയിക്കൊണ്ടിരിക്കുക. ചാനലിലെ ഏറ്റവും വലിയ ശിശു ഞാനാണ്. ബാക്കിയെല്ലാം മുതുക്കന്മാരാണ് ലിറ്ററലി. എനിക്ക് താടിയൊക്കെ നിറയ്ക്കാനൊക്കെ.
ഞാൻ തീർച്ചയായും. സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലോട്ട് പൊക്കോണ്ടിരിക്കുക ഷാജി ബാബനെ പോലെ. യെസ്. അപ്പൊ ഇപ്പോഴും എന്താണ് മനസ്സുകൊണ്ട് സിൻസിന്റെ ചെറുപ്പമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഐറിഷ് തിയേറ്റേഴ്സിൽ കണ്ടിട്ട്? തിയേറ്റർ എക്സ്പീരിയൻസ് ആക്ച്വലി തിയേറ്റർ ഫുൾ ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വർഷങ്ങൾക്ക് ശേഷം ആടിന്റെ തേർഡ് പാർട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചൊരു എക്സ്പീരിയൻസ് അത്ര എന്ന് വെച്ചാൽ നമ്മളൊരു കുറച്ചുകൂടെ ഓളം പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ പോയതാണ്. പക്ഷെ അത് ഡെലിവറി ചെയ്യാനായിട്ട് ആക്ച്വലി അവർക്ക് പറ്റില്ല പടത്തില്. കാരണം നമ്മൾ മെയിനായിട്ട് ആടിന്റെ ഒരു കീ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ എൻട്രൻസ് ആണ്. ആ ഒരു എൻട്രൻസ് യഥാർത്ഥത്തില് പഴയ പോലെ എത്തിക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. പക്ഷെ അതിനകത്ത് എന്നാ നമ്മുടെ ഡയറക്ടർ സാധൻ മിഥുൻ മാനുവൽ സേവ്യറിന്റെ തോമസിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്കും പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓവർ എൻട്രൻസ് ആയി പോയാലും ശരിയാകത്തില്ല. ഇത്തവണ കഥയ്ക്കാണ് കുറച്ചുകൂടെ മുന്നിട്ട് ഫോക്കസ് കൊടുത്തത്. അതുകൊണ്ട് എൻട്രൻസ് അത്ര വലിയ കാര്യമായിട്ടില്ല. പക്ഷെ സാത്താൻ എൻ്റെ ഒരു സേവ്യറിന്റെ അഭിപ്രായം എൻട്രൻസ് പലർക്കും വർക്കായെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ, എനിക്ക് സാത്താന്റെ അത്ര വലിയ കാര്യമായിട്ട് പിന്നെയും കുറച്ചുകൂടെ ഉണ്ടായിരുന്ന ഡ്യൂഡിന്റെ ആയിരുന്നു. പക്ഷെ ഡ്യൂഡിന്റെ ഹെലികോപ്റ്റർ അതൊരുമാതിരി എൻട്രൻസ് അടിമ ആക്ച്വലി ജീവിതം. ആ ആ, അത് ആ ഒരു രണ്ടാമത്തെ. ആ, ഓക്കെ. രണ്ടാമത്തെ എൻട്രൻസ് ആക്ച്വലി നല്ലതായിരുന്നു. അത് ഈ ശരിയാ. ബ്ലഡി ഗ്രാമവാസീസ് പിന്നെ കൊഞ്ഞനെ കുത്തി ആ, കുറച്ച് സീൻസ് അതൊക്കെ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ബട്ട് ഓവറോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് ആക്ച്വലി ഓക്കെ. ബട്ട് പ്രതീക്ഷിച്ച അത്ര ഒരു എൻട്രൻസും അങ്ങനെയുള്ള കാര്യങ്ങളോ പ്രതീക്ഷിച്ച കോമഡി ചെയ്തപ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് ആ ഒരു ലെവൽ ഓഫ് കോമഡി ഉണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം വന്ന കോമഡിയുടെ കുറച്ച് കാര്യങ്ങളെല്ലാം നല്ല വെടിപ്പായിട്ടാണ് ചെയ്തത്. ബാക്കിയുള്ളതിനെ കുറിച്ച് കഥ ലൈക്ക് ഫ്യൂച്ചർ പാസ്റ്റ് പ്രസന്റ് എല്ലാം കൂടെ കൊളൈഡ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള അത് മോസ്റ്റ്ലി ഇപ്പം എനിക്ക് തോന്നുന്ന ആൾക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾറെഡി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബട്ട് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓക്കെ കഥ ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. നമ്മൾ കണ്ടിരിക്കാൻ പറ്റും, വാച്ചബിൾ ആണ്. യെസ്. എനിക്ക് എനിക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉം, ആദ്യമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ പോയിരുന്നിട്ട് എന്നോട് ഒരാൾ ഡയറക്റ്റ് ആയിട്ട് എന്നോട് സംസാരിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു, ഈ പറഞ്ഞ പോലെ ഒത്തിരി തിയേറ്റർ ഫുള്ളി പാക്ഡ് ആയിരുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്കാണ് ഞാൻ പോയത്. അപ്പം ഫുള്ളി പാക്ഡ് ആയിരുന്നു. അപ്പൊ എൻ്റെ അടുത്തിരുന്ന പുള്ളി ആദ്യം തൊട്ടേ പുള്ളി ഇച്ചിരി ഇറിറ്റേറ്റിംഗ് ആയിരുന്നു എനിക്ക്. കാരണം പുള്ളി ഈ പടം കണ്ടോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഫോൺ സ്ക്രോൾ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് സഹിച്ചവിടെ ഇരുന്നു. എനിക്കിഷ്ടമല്ല ഈ നമ്മൾ പടം കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ ഫുൾ LED വെളിച്ചത്തിലിരുന്ന് സ്ക്രോൾ ചെയ്യുന്നത്. ഭയങ്കര അതെന്ത് ബോറിംഗ് പടമാണെങ്കിലും ഇറ്റ്സ് ലൈക്ക് ഡിസ്റെസ്പെക്ട് ടു പടം ഉണ്ടാക്കുന്നവർക്കും ഒരു ഡിസ്റെസ്പെക്ട് ആണ്, അല്ലെങ്കിൽ ആ പടത്തിന് നമ്മൾ ഇട്ട എഫേർട്ടിന് ഒരു ഡിസ്റെസ്പെക്ട് ആണ്. വി ഓൾവേസ് സേ ദിസ് ആക്ച്വലി, പല പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ഡിസ്റെസ്പെക്ട് ഓഫ് പീപ്പിൾ ദാറ്റ് ആർ സിറ്റിംഗ് അറൌണ്ട് യു. അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ബട്ട് ചുറ്റിനെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് അറിഞ്ഞുവിടല്ലോ. അപ്പം സ്റ്റോപ്പ് സ്ക്രോളിങ് ഓൺ യുവർ ഫോൺ. ഇറ്റ്സ് വെരി ഇറിറ്റേറ്റിംഗ് ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഇപ്പം പക്ഷെ പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇന്റർവെല്ലിന്റെ സമയത്ത് ഞാൻ ദിഗുവിനൊക്കെ മെസ്സേജ് അയച്ചു, വാച്ചിങ് ദ ഫിലിം ആൻഡ് ഇറ്റ്സ് നോട്ട് ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ദിസ് നോട്ട് സംതിങ് ദാറ്റ് ഐ വാസ് എക്സ്പെക്ടിങ് എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ദിഗുവിന് മെസ്സേജ് അയച്ചു. ചക്രവാണിക്ക് ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു. ചക്രവാണി ഒന്നും മിണ്ടിയില്ല. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ഗോയിങ് ഓൺ. ഓക്കെ, ഇപ്പൊ ഒരു ബ്രേക്ക് സമയത്ത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേനും ലൈക്ക് ഒന്നുമില്ല. എന്തോ ഒന്നും ഇല്ലാത്ത എനിക്കൊന്നും തോന്നുന്നില്ലത്തുള്ള ഒരു ഫീലിംഗ്. സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിഞ്ഞ് പടം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ തന്നെ എന്റെ സൈഡിൽ ഇരുന്ന പുള്ളി എന്നോട് ചോദിച്ചു, പടം കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാനൊരു മാന്യതയ്ക്ക് ഞാൻ പുള്ളിയോട് പറഞ്ഞു കുഴപ്പമില്ല എന്നുള്ള രീതി പറഞ്ഞു. അപ്പൊ പുള്ളി എന്നെ നോക്കിയിട്ട് പുള്ളി എന്നെ ആക്കിയിട്ട് അങ്ങ് പോയി. ഓ ശരിയാ നോക്കിയുള്ള രീതി. പുള്ളിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്തോ. പുള്ളിക്ക് ഞാൻ ഇഷ്ടപ്പെട്ടില്ല അല്ലെ ഓക്കെ ആണെന്ന് പറഞ്ഞതും ഇഷ്ടപ്പെട്ടില്ലെന്തോ. പുള്ളി എന്നെ പുച്ഛിച്ചിട്ട് ഇറങ്ങിപ്പോയി. അപ്പം പൊതുവെ അൾട്ടിമേറ്റ് ഒരു പുച്ഛം. പുള്ളി എന്നെ അൾട്ടിമേറ്റ് പുച്ഛ അറഞ്ചം കുറഞ്ചം പുള്ളി എന്നെ പുച്ഛിച്ചിട്ട് പോയി. സോ ഐ ഡോണ്ട് നോ. മൊത്തത്തിൽ ഞങ്ങളുടെ തിയേറ്റർ ഇച്ചിരി ഒരു ഗ്ലൂമി ആയിരുന്നു. ആൻഡ് തിയേറ്റർ ഗ്ലൂമി ആയതുകൊണ്ടാണോ ഓർ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് പാരലലി ഇപ്പം നമ്മുടെ എന്താണ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കാര്യങ്ങളെല്ലാം ഇത് ഇറങ്ങിയത് സമയത്താണ് നമുക്കവിടെ ഗൾഫിലെ ഇഷ്യൂസ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതെന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണോ ഞാൻ ഗ്ലൂമി ആയിപ്പോയത്, അതോ തിയേറ്ററിന്റെ സിറ്റുവേഷൻ ഗ്ലൂമി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയതാണോ, അത് പടത്തിന്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മൊത്തത്തിൽ എനിക്കൊരു
സി ദിസ് ഇസ് സംതിങ് ഞങ്ങളെപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ റിപ്പീറ്റഡ് മൾട്ടിപ്പിൾ ടൈംസ്. അതായത് എനിക്ക് മലയാളത്തിലേക്ക് തിരിച്ച് ആ കോമഡി ഏറ വരണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് ഒത്തിരി അങ്ങനെ ചിരിക്കാൻ എനിക്ക് അങ്ങനെ വലിയ കാരണങ്ങളൊന്നും വേണ്ട. ഞാൻ എപ്പോഴും ദിഗുവിനോട് പറയും, ഞാൻ എന്താ മറ്റേ കൂറ പടങ്ങളൊക്കെ കണ്ടിരുന്ന് ചിരിക്കുന്ന ആളാണ്. മറ്റേ വാമനപുര ബസ് റൂട്ടൊക്കെ പോലത്തെ സാധനമൊക്കെ കണ്ടിരുന്ന് ചിരിക്കുന്ന ആളാണ്. അത് നീ കിങ് ലെയർ ഗോട്ട് ഒക്കെ കാണും. കണ്ടിട്ട്. ബോട്ടോ? നീ ഗോട്ട് അപ്പം നല്ലപോലെ ചിരിക്കാൻ പറ്റും നമ്മുടെ വിജയണ്ണന്റെ. അയ്യോ, അത് ഞാൻ കണ്ടില്ല കേട്ടോ. അത് കാണാനുള്ള ത്രാണി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടില്ല. അത് ഞാൻ ആലോചിക്കരുത് ഏത് പടമാണ് ഗോട്ട്. ഞാൻ ആലോചിച്ചു ഗ്രേറ്റസ്റ്റ് ഒരു ഓഫ് ഓൾ മിനിറ്റ്. ടൈം. ഇല്ല, കണ്ടില്ല. കാണാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പൊ അപ്പൊ എനിക്കങ്ങനെ ചിരിക്കാൻ അങ്ങനെ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റ് കോമഡിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. എനിക്കൊരു സിമ്പിൾ കോമഡി കണ്ടാലും ചിരിക്കുന്ന ആളാണ് ഞാൻ നോർമലി. ആൻഡ് ഐ വാണ്ടഡ് ദിസ് ടു വർക്ക്. കാരണം ഈ പറഞ്ഞ പോലെ ദിഗു നേരത്തെ പറഞ്ഞ പോലെ ആട് 1ഉം 2 എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഡെയിലി ഡയലോഗ്സിലും നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കുറെ സാധനങ്ങളും എന്താ നമ്മൾ ഗ്ലൂമി ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ ഹാപ്പി ആക്കുന്ന കുറെ കോമഡി ഒക്കെ ഉള്ള സാധനമാണ്. ആൻഡ് ഇതെപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അതായത് അതായത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് ഈ ഒരു സിനിമ ഡയലോഗ്സ് വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു പ്രവണത ഭയങ്കര കൂടുതലുള്ള ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ. അപ്പം അതിനകത്തിലെ ഈ കോമഡി ഡയലോഗ്സ് മിക്കതും പഴയ ഡയലോഗ്സ് ആയിരിക്കും. ലൈക് നമ്മുടെ ഈ പണ്ടത്തെ ദിലീപ് അല്ലെങ്കിൽ മുകേഷ് ജി ലാലേട്ടൻ കോംബോ, മറ്റേ ശ്രീനിവാസൻ ലാലേട്ടൻ കോംബോയിലൊക്കെ ഉള്ള അങ്ങനത്തെ ഡയലോഗ്സ് ആയിരിക്കും കൂടുതലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ കൂടുതൽ ആടിൽ നിന്ന് വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പോഴത്തെ പടങ്ങളിലെ ഡയലോഗ്സ് അങ്ങനെ യൂസ് ചെയ്ത് കോമഡി പടങ്ങൾ ഇല്ലല്ലോ നമുക്ക്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ആ കോമഡി ഇല്ലാത്ത അല്ലെങ്കിൽ കോമഡി പടങ്ങൾ ഇല്ലാത്തത് എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഐ വോണ്ട് യുനോ ഇങ്ങനത്തെ ഫണ്ണി ഫിലിംസ് ടു കം ഔട്ട്. ഇറ്റ്സ് സാഡ് ദാറ്റ് ഇറ്റ്സ് നോട്ട്. ഇപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടം അല്ലാത്തത് ഇറ്റ്സ് വെരി സാഡ്. ആൻഡ് എന്താ പറയുന്ന ഇപ്പൊ പ്രേമലു അല്ലെങ്കിൽ ഇപ്പം പ്രകമ്പനം റീസെന്റ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന പ്രകമ്പനം ആൻഡ് അല്ലെങ്കിൽ മറ്റേ എന്നായിരുന്നു മറ്റേ പിള്ളേരുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ മറ്റേ വാഴയാണ്. അല്ല വാഴയല്ല, വാഴ ഞാൻ കണ്ടില്ല. ദർ ഇസ് അനദർ വൺ മറ്റേ മറ്റേ ഷറഫുദ്ദീനും അയ്യോ ആ പടത്തിന്റെ പേരെന്തോ പടക്കളമാണോ? പടക്കളം. യെസ് പടക്കളം ഞാൻ രണ്ടുവട്ടം തിയേറ്ററിൽ പോയി കണ്ടു ബിക്കോസ് ഐ ലവ് ദ ഫിലിം. ഇറ്റ് വാസ് റിയലി നൈസ്. പടക്കളം, ആക്ച്വലി നല്ലൊരു പടമായിരുന്നു. രോമാഞ്ചം. പ്രകമ്പനം ആ രോമാഞ്ചം പക്ഷെ കുറച്ചുകൂടെ ഓൾഡായിട്ട് 2023 അങ്ങനെ എങ്ങാണ്ട് ഇറങ്ങിയ പടം. പക്ഷെ നല്ല അതാ കിടിലൻ പറഞ്ഞേ. കോമഡിയാണത്. അത് വലിയ ഗ്യാപ്പുകൾ വെച്ചിട്ടാണ് നമുക്ക് കോമഡി പടം ഇറങ്ങുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് കോമഡി പടങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇറ്റ്സ് വെരി സാഡ് ദറ്റ് അപ്പം ഞാൻ ഇത്രയും നല്ലൊരു നമുക്ക് ഐക്കോണിക് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രാഞ്ചൈസിലെ ഒരു പുതിയ പടം വരുന്ന ഐ വാസ് റിയലി എക്സൈറ്റഡ് ഫോർ ദിസ്. ആൻഡ് ആ എക്സൈറ്റ്മെന്റിനെ ഒട്ടും ആ ഒരു ക്രേവിങ്ങിനെ ഒട്ടും അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ബട്ട് അതതിരിക്കെ ഇതിപ്പോ പറഞ്ഞ പോലെ വെരി സ്റ്റോറി ഡ്രിവൺ ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ എടുത്തിരിക്കുന്നത്. ആ സ്റ്റോറി മാത്രം നോക്കുകയാണ്. അതായത് ഇത് ആട് 3 അല്ല, ഇതൊരു സെപ്പറേറ്റ് വേറെ പടമാണ് എന്നുള്ള ഒരു രീതിയിൽ യൂണിവേഴ്സ് നോക്കുകയാണെങ്കിൽ കൈൻഡ് ലൈക്ക് യൂണിവേഴ്സൽ ഒരു യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ല ആ ആടിന്റെ സാധനത്തിൽ നിന്ന് ഞാൻ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അതായത് ഇത് ആടിന്റെ ഭാഗം അല്ലെന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ദിസ് ഫിലിം കൈൻഡ് ഓഫ് വർക്ക് ഫോർ മീ. കാരണം എനിക്കത് കോമഡി പടം അല്ല, അതൊരു സീരിയസ് പടമാണ്, ഒരു ടൈം പാരലൽ വരുന്ന പടമാണ്. ഇറ്റ് വാസ് എ വെരി ഗുഡ് കോൺസെപ്റ്റ് അല്ലേ? കാരണം നമ്മൾ അങ്ങനെ ടൈം പാരലൽസ് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ മലയാളത്തിൽ അധികം. 2 ടൈം പീരീഡിലുള്ളത് പാരലലായിട്ട് വെച്ചിട്ട് അതിനെ വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനത്തെ സാധനം നമ്മൾ അങ്ങനെ ഞാൻ ഓർക്കുന്നില്ല മലയാളം പടങ്ങളിൽ അധികം വന്നിട്ടുള്ളത്. ഉണ്ടാവും, ബട്ട് ഫോർ മീ ഞാൻ അത്ര ഓർക്കുന്നില്ല. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് വർക്ക്, ഐ മീൻ അത് പ്രോപ്പറായിട്ട് ചെയ്തു, ഇറ്റ് വർക്ക്ഡ് ഓൾസോ. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ആടിന്റെ ഭാഗമായതാണ് എൻ്റെ പ്രോബ്ലം. അപ്പം വി എക്സ്പെക്റ്റഡ് എ ബിറ്റ് മോർ കോമഡി ഫ്രം ഇറ്റ്. വി എക്സ്പെക്റ്റഡ് ദീസ് ക്യാരക്ടേഴ്സ് ടു ബി മോർ ഫണ്ണി ചിലപ്പോൾ എന്നുള്ള അവർ കട്ട് രീതിയിൽ. ചെയ്ത് കളഞ്ഞ 1.5 മണിക്കൂറിൽ ഉണ്ടായിരുന്നായിരിക്കും. 1.5 മണിക്കൂർ ഇതിനകത്ത് കട്ട് ചെയ്തും കളഞ്ഞോ? ഞാനിത് ആ കണ്ടുകൊണ്ടിരുന്നിട്ട് ഇറ്റ് വാസ് അല്ല, എക്സ്ക്രൂഷിയേറ്റിംഗ്ലി 1.5 ലോങ് ഫോർ മീ. മണിക്കൂറുണ്ടോന്ന് ഞാൻ എത്രയോ കട്ട് ചെയ്തായിരുന്നു. നല്ലൊരു ശതമാനം ലോങ് ഫോമാറ്റ് ആയിരുന്നെന്ന് പറഞ്ഞു ഈ പടം. പക്ഷേ നീ ലൈക്ക് ഞാൻ യുഡിസി പറഞ്ഞോട് യോജിക്കുന്നുണ്ട്. കാരണം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മിക്കവാറും ലൈക്ക് ആൾക്കാർ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. ഇത്രത്തോളം നീട്ടം വേണ്ടായിരുന്നു എന്ന് പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടല്ലോ എന്ന് കൂടെ ആലോചിക്കുമ്പോഴത്തേക്കും ലൈക്ക് ഒബ്വിയസ്ലി ആൾക്കാർ പോയി കാണും.
എനിക്ക് ഐ എം പ്രിറ്റി ഷുവർ അബൌട്ട് ദാറ്റ് ബിക്കോസ് എനിക്കും കാണണമെന്നുണ്ട്. ആ സെക്കൻഡ് പാർട്ട് ലൈക്ക് ഇതിന്റെ ബാക്കി എന്താണെന്ന് എനിക്കും കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ബട്ട് ആ ഒരു അത്രയും ലോങ് ആയിട്ട് ഇനി അത് എടുക്കരുതെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. ലൈക്ക് ഈവൻ കണ്ടപ്പോഴത്തേക്കും പോലും കണ്ടവർക്ക് പോലും. അപ്പം കാരണം ഞാൻ ആൾക്കാരുടെ തിയേറ്റർ റെസ്പോൺസ് ബേസിക്കലി അവർ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ കേട്ടതാണ്. ഏതാണ്ട് അല്ല 1 കാരണം മണിക്കൂറിനടുത്ത് കട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഓ പറഞ്ഞത്. എന്നിട്ടാണ് ഈ ഒരു ലെങ്ത്തിൽ വന്നിരിക്കുന്നത്. എന്റെ കർത്താവെ, ഞാനാണെങ്കിൽ ആ ഫസ്റ്റ് സാധനം ഞാൻ ഫസ്റ്റ് ഹാഫ് വേണ്ടി ഞാൻ ദിഗുവിന് എന്താ മെസ്സേജ്, എടാ ഇത് തീരുന്നില്ലടാ, ഇത് ആ ഫസ്റ്റ് ഹാഫ് തീരുന്നില്ല, ഞാൻ എവിടെ ഇരുന്ന് ഉരുട്ടി പരട്ടിയിട്ട് ഈ ഫസ്റ്റ് ഹാഫ് തീരുന്നില്ല എനിക്ക്. ഇറ്റ് ഇസ് ലൈക്ക് എക്സ്ക്രൂഷിയേറ്റിംഗ്ലി ലോങ് ഫോർ മീ. ആ ഫസ്റ്റ് ഹാഫ് പ്രത്യേകിച്ച് ഞാൻ സർവമായ കണ്ട സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, സർവമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര സ്പീഡിലാണ് പോയത്. ഐ ഫെൽ ദാറ്റ് ദ മൂവി വാസ് ടു ഷോർട്ട് ബിക്കോസ് ആ ഫസ്റ്റ് ഹാഫ് ഭയങ്കര പെട്ടെന്ന് അത് ശരിക്കും ലെങ്ത് ഉണ്ടായിരുന്നതാണോ അത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് അതിന്റെ ലെങ്ത് അല്ല പെട്ടെന്ന് ലെങ്ത് ഇല്ലാത്ത പോലെ തോന്നിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ആട് 3 വാസ് ലൈക്ക് ടു ലോങ് ഫോർ മീ. എനിക്ക് ഭയങ്കര ഭയങ്കര നീട്ടം തോന്നി, ഭയങ്കര ഇഴച്ചില് തോന്നി. എനിക്ക് അറിഞ്ഞുകൂടാ എന്തുവാ സംഭവിച്ചതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. ഇറ്റ് വാസ് ടു ലോങ്. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ഓവറോൾ തിയേറ്റർ എക്സ്പീരിയൻസിന്റെ കാര്യം ഇതാണ്. അതായത് ഇറ്റ് വാസ് ലോങ് ഫോർ മീ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇന്നലെ ദുരന്തർ ചെയ്ത സമയത്ത് ഞാൻ പറയായിരുന്നു 3 hours മൂവി ദേ ഡിഡ് സച്ച് എ ഗുഡ് ജോബ് ദാറ്റ് 3 hours ഒരു സെക്കൻഡ് പോലും എന്റെ ഫോക്കസ് ആ പടത്തിൽ നിന്ന് പോയില്ല. ഓൾദോ എന്തുവാ സൗണ്ട്സ് ആൻഡ് സ്റ്റഫ് വെർ എ ബിറ്റ് ലൗഡ് ഫോർ മീ. ഞാൻ ആ സൗണ്ട് സിസ്റ്റത്തിന് കീഴിലായിരുന്നത് ദുരന്തരം കണ്ടുകൊണ്ടിരുന്ന സമയത്ത്. ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ഡിഫിക്കൾട്ട് ഫോർ മീ. അതുണ്ടേ പോലും ഐ ജസ്റ്റ് എൻജോയ്ഡ് ദ മൂവി. ഒരു സെക്കൻഡ് പോലും എൻ്റെ ആ ഒരു ശ്രദ്ധ അതിൽ നിന്ന് പോയില്ല. ബട്ട് ഫോർ മീ ആഡ് വാസ് ലൈക്ക്, എന്റെ ദൈവമേ, ഒന്ന് വേഗം ഒന്ന് ഇതെന്തുവാ ഇത്, എന്നാ എന്നാ കാര്യങ്ങൾ പറയുന്നുണ്ടോ അതുമുണ്ട്, എന്നാ എഴച്ചിൽ തോന്നുന്നുണ്ടോ അതുമുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ദേ റിപ്പീറ്റിംഗ് ദ സെയിം തിങ്, ഓർ ഇറ്റ്സ് നോട്ട് ദാറ്റ് സംഭവങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള, ലൈക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ലാത്തതുകൊണ്ട് അഴച്ചിൽ തോന്നുന്നല്ല. ദർ ആർ സോ മെനി തിങ്സ് സ്റ്റാക്ക് ടുഗദർ, ബട്ട് യു ഫീൽ ദാറ്റ് ദിസ് ഇസ് ലൈക്ക് ടു സ്ലോ ഫോർ അസ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ടു ലോങ് ഫോർ അസ് എന്നുള്ളൊരു ഫീലിംഗ് കൊണ്ടുവരികയാണ്. ആൻഡ് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഞങ്ങൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ ദിഗംബരനോട് പറഞ്ഞ കാര്യമാണ്. അതായത് ധർമ്മജന്റെ കോമഡീസ്, പ്രീവിയസിനകത്തിൽ ധർമ്മജന്റെ കോമഡീസ് ഐക്കോണിക് ഡയലോഗ്സ് ആയിട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് നമ്മൾ അങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഡയലോഗ്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല ധർമ്മജന്റെ പ്രീവിയസ് ആദ്യത്തെ അകത്തുണ്ട്. പടങ്ങളിൽ. ആദ്യത്തെ അതിലുണ്ടോ? ഏതാണത്? ആ, ചതിച്ചത എന്നെ ആ എന്ന് പറയുന്ന സാധനം. ശരി. ഓക്കെ ആരുടെ ഇവിടെ ഓക്കെ. ഹോമം കത്തിച്ചെന്നൊക്കെ പറയുന്നത് മറ്റേ അങ്ങനത്തെ അപ്പം സാധനമൊക്കെ. അപ്പം അപ്പൊ ഇതിനകത്ത് പക്ഷെ ഫോർ മീ പിന്നെ സെക്കൻഡിന്റെ ഇതിനകത്തില്ലേ, അകത്താണേലും ഉണ്ടല്ലോ മറ്റേ ഇനി നീ ബാറ്റ് ചെയ്യും ഞാൻ ബോൾ ചെയ്യാന്നൊക്കെ പറയുന്നതൊക്കെ. അത് പക്ഷെ ഫസ്റ്റിലാണോ അതൊന്നും നമ്മൾ സെക്കൻഡിലാണോ? ഡെയിലി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഡയലോഗുകളുള്ളതല്ലോ, ഡെയിലി ആ, മണ്ടൈൻ ലൈഫ് അങ്ങനെയല്ല. യൂസ് ചെയ്യുന്ന ഡയലോഗ്സ് അല്ലല്ലോ. അല്ല, പക്ഷെ ഞാനും ഐക്കോണിക് ചക്രവാണിയും ഡയലോഗ്സ് ഇല്ലെന്നല്ല. കോളേജിൽ വെച്ച് അത് ആ സ്ഥിരം പറയായിരുന്നു. ഈ സാധനം പറയുമായിരുന്നു. ചതിച്ചതാ ഓക്കെ എന്നെ ഓക്കെ. എന്നൊക്കെ പറയുന്നത് സാധനം. അപ്പൊ എനിവേസ്, അപ്പൊ ഈ തേർഡ് പടത്തിനകത്തിൽ വാട്ട് ഐ ഫെൽറ്റ് വാസ് ദാറ്റ് എഴുതി വെച്ച സാധനം, നമ്മളിപ്പോ ഒരു കോമഡി പറയുമ്പോഴത്തേനും, ഇത് നമ്മൾ സർവമായ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. ഫോർ മീ വൈ ഇറ്റ് വർക്ക് വാസ് ബിക്കോസ് നിവിൻ പോളിയുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് ആണ് ദാറ്റ് മെയ്ഡ് us laugh, ദാറ്റ് മെയ്ഡ് us happy or whatever ഫീലിങ്സ് that we got. ഇതിനകത്തിൽ ധർമ്മജൻ എഴുതി വെച്ച ഡയലോഗ് വായിക്കുന്ന പോലെ ഞാൻ അതൊരു വളിപ്പ ലെവലിൽ പോലും ഇല്ല. ഒരു വികാരവും നമ്മളിൽ സൃഷ്ടിക്കത്തില്ലെന്ന് പറയുന്ന ഒരു ലെവലിലാണെന്ന് നിർത്തിയത്. ആൻഡ് ഐ വാസ് ലൈക്ക്, അത് വൈ പഴയ ഡിഡ് കാലഘട്ടം ആയതുകൊണ്ടും അല്ലല്ല, കൂടെ ഞാൻ പഴയ കാലഘട്ടത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ പുതിയ ഫസ്റ്റ് ടൈമിൽ 15 മിനിറ്റ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ ആദ്യത്തെ 15 മിനിറ്റ്സിൽ ആ അമേരിക്കൻ കള്ളനോട്ട് കൊണ്ടുപോയിട്ട് ട്രംപിന്റെ അടുത്ത് കൊണ്ടുപോയി വാട്ട് എവർ ചേഞ്ച് ചെയ്യുന്നത്, ദിസ് ഇസ് എല്ലാ എപ്പിസോഡിലും നമ്മൾ പറയാൻ മറക്കുന്ന കാര്യമാണ്. ദുരന്തന്റെ എപ്പിസോഡിലും പറഞ്ഞു, ദിസ് ഇസ് എ സ്പോയിലർ ഫിൽഡ് എപ്പിസോഡ് കേട്ടോ, എല്ലാ എപ്പിസോഡിലും പറഞ്ഞു. സോ ശരിയാണ്. അപ്പം ട്രംപ് വരുന്നുണ്ട്, ട്രംപിന്റെ അടുത്ത് കൊണ്ട് നോട്ട് ചേഞ്ച് ചെയ്യുന്നു, അവരെ പിടിക്കുന്നു. ഈ ഒരു സമയത്തെല്ലാം ധർമ്മജൻ പറയുന്നതെല്ലാം ഇറ്റ്സ് നോട്ട് വർക്കിംഗ് എന്നല്ല, ഇറ്റ്സ് നോട്ട് ക്രിയേറ്റിംഗ് എനി ഇമോഷൻസ് ഫോർ മീ. അത് ചുമ്മാ നമ്മൾ പേപ്പറിൽ എഴുതിയ സാധനം അതുപോലെ വായിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതിലൊരു ഒരു വികാരവും ജനിപ്പിക്കാത്ത കുറെ ലൈനുകൾ വായിക്കുന്ന പോലെയാണ് ധർമ്മജന്റെ ക്യാരക്ടർ ഫെയിൽഡ് മീ ഇൻ ദിസ് ഫിലിം. എനിക്ക് ധർമ്മജന്റെ ക്യാരക്ടറാണ് ഏറ്റവും ഒരു വികാരം തരാത്ത ഒരു ക്യാരക്ടർ. ആൻഡ് ഇറ്റ് വാസ് ഫ്രസ്ട്രേറ്റിംഗ് ഫോർ മീ. എന്തൊരു കഷ്ടമാ കാണിച്ചെന്നുള്ള രീതിയിലേക്ക് ഞാൻ പോയി. ആദ്യത്തെ 15 മിനിറ്റിന്റെ കാര്യം, ഞാൻ ആ പഴയ കാലഘട്ടത്തിന്റെ കാര്യമേ അല്ല പറയുന്നത്, ഞാൻ ഇപ്പോഴത്തെ അവരുടെ ക്യാരക്ടറിന്റെ കാര്യമാണ് പറയുന്നത്. ഇറ്റ് വാസ് ബാഡ്, വെരി ബാഡ്. ഒരു രക്ഷയില്ല.
സോ ഐ തിങ്ക് ഇതാണ് ലൈക്ക് ഇനീഷ്യലി ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. തിയേറ്ററിൽ നിന്ന് കണ്ടോണ്ടിരുന്നപ്പോൾ എനിക്കിതാ ഫീൽ ചെയ്തത്. ഇറ്റ് വാസ് ടു ലോങ്. അല്ലെങ്കിൽ ദേ കുഡ് ഹാവ് മെയ്ഡ് ഇറ്റ് എ ബിറ്റ് മോർ ക്രിസ്പോ. എനിക്കറിയത്തില്ല. ഇറ്റ്സ് ടു ലോങ് എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തത്. ആൻഡ് പീപ്പിൾ ഓൾസോ വെയർ റിയലി ഗ്ലൂമി. ഐ ഡോണ്ട് നോ വൈ. അത് പടം ഗ്ലൂമി ആയതുകൊണ്ടാണോ എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സത്യം പറയാലോ. ഇറ്റ് വാസ് നോട്ട് എ ബാഡ് ഫിലിം. ദ ഫിലിം ഇറ്റ് സെൽഫ് വാസ് ഓക്കെ. ഐ മീൻ കഥ ഉണ്ടായിരുന്നു. കഥയ്ക്ക് ഒരുപാട് എന്താ പറയുന്നത് ഡിഫറെന്റ് ആംഗിൾസ് ഉള്ള കഥയാണ്. എന്താ ഒരു ട്രഷർ എന്താ രക്ഷിക്കാൻ വേണ്ടി ഒരു കിങ് ടു എൻ എക്സ്റ്റെന്റ് വെയർ ഹീസ് നോട്ട് റണ്ണിങ് അവേ എന്നൊക്കെയുള്ള കഥയൊക്കെ ഭയങ്കര രസമുണ്ട്. അതിപ്പോ അതും ഇപ്പോഴത്തെ നമ്മുടെ ഷാജി പാപ്പന്റെ കഥയായിട്ട് അവര് പാരലൽസ് സൃഷ്ടിക്കുന്നു. ആ ക്യാരക്ടേഴ്സുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നല്ലതാണ്. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഫോർ മീ. ലൈക്ക് ആട് 3യുടെ അല്ല ആട് ഫ്രാഞ്ചൈസിന്റെ ഭാഗമാണിത് എന്ന് പറഞ്ഞ് എനിക്കിത് പ്രസന്റ് ചെയ്യുമ്പം ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഫോർ മീ. ആസ് എ സിംഗിൾ മൂവി ഇറ്റ് വാസ് ഓക്കെ. ആൻഡ് അനദർ തിങ്, പാവം ആടിന് വേണ്ടി ഞാനിവിടെ ജസ്റ്റിസ് ഫോർ ആട്. ഞാൻ ആടിനെ ആകെ ഒരു ഗ്ലിംസ് മാത്രമേ കണ്ടുള്ളൂ. സോ പാവം നമ്മുടെ ആടുകൾ എവിടെ ഏതൊരു കുടിലിൽ കിടക്കുകയാണ്. ആടെന്ന് പേര് മാത്രമേ ഉള്ളൂ, ആടിനെ കാണാൻ കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു സെക്കൻഡിന്റെ സങ്കടം അകത്തും എനിക്ക്. ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. പിങ്കയും പക്ഷെ പിള്ളേരെയും കാണിക്കുന്നുണ്ട്. ഉണ്ട്. പക്ഷെ ഇതിനകത്ത് സെക്കൻഡിന്റെ അകത്തിൽ ഇത്ര പോലും സ്ക്രീൻ ടൈം ഇല്ല. ഇത് ആടിന്റെ കുണ്ടി മാത്രം പറയുന്ന അവസ്ഥയാണ്. ആടില്ലെങ്കിൽ എന്താ, കഴുതയുണ്ടല്ലോ, എന്താ ആന്റണിയോ, കഴുതയോ? ആന്റണി പക്ഷെ അല്ലേ? അത് പണിയെടുക്കുന്ന ആഹാ, ഒരു ശരി. വിനായകൻ പണിയെടുക്കുന്ന. ചക്കിലാട്ടുന്ന. പക്ഷെ വേറൊരു സംഭവമുണ്ട്. ലൈക്ക് നൗ ഐ തിങ്ക് അബൌട്ട് ഇറ്റ്, ഇതിന്റെ ഈ കഥ കുറച്ചുകൂടെ നന്നായി എങ്ങനെയാണെന്നറിയോ, പ്രസന്റ് മാത്രം വെച്ചിട്ട് ആ മരതകത്തെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ലൈക്ക് ആ ഒരു സ്പോട്ടിലെ സ്റ്റോറി ലൈൻ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ വർക്കൗട്ട് ആയാണ്. ലൈക്ക് സിംഗിൾ പാർട്ട്, വേറൊരു പാർട്ടും എടുക്കരുത്. അതായത് ഒരു പഴയതെടുക്കരുത്, ലൈക്ക് പിന്നെ ഓൾഡ് ടൈം ലൈൻ എടുക്കരുത്, ന്യൂ ടൈം ലൈൻ അല്ല, ലൈക്ക് ഫ്യൂച്ചർ ടൈം ലൈൻ എടുക്കരുത്. ജസ്റ്റ് പ്രസന്റിൽ, അതായത് ഈ കഥയൊന്നുമില്ല, അത് ജസ്റ്റ് ആ മരതകത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരൊറ്റ കഥയായിട്ട് അങ്ങ് പോവുകയായിരുന്നെങ്കിൽ, ലൈക്ക് തേർഡ് പാർട്ട് വൺ സിംഗിൾ പാർട്ടിൽ അങ്ങ് തീർക്കുകയാണെന്നുണ്ടല്ലോ, അത് കുറച്ചുകൂടെ നന്നായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അനദർ അല്ല, തിങ് പക്ഷെ കേട്ടോ, നമ്മള് അടുത്ത പാർട്ടില് അവർ ആ ടൈം ലൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നിടത്താണല്ലോ കോമഡി വരുന്നത്. വേണമെങ്കിൽ ഇവർക്ക് ആട് 3.2 ഇറക്കിയിട്ട് ഇത് വല്ല OTT സൈഡിലൂടെ റിലീസ് ചെയ്ത് മറ്റേ ബാക്ക് സ്റ്റോറി അറിയേണ്ടവർ കണ്ടോളൂ എന്ന് പറയാണെങ്കിൽ ചിലപ്പോൾ ഇറക്കിയാലും അവർക്ക് കുറച്ചുകൂടെ വർക്കൗട്ട് ആയാനാണ്. പക്ഷെ നമ്മളിവിടെ അവർ പുതിയ ഇത്രയും കോടി ബ്രെയിൻ സ്റ്റോർമിംഗ് മുടക്കിയതാണ്. ഐഡിയ ഒക്കെ ആണല്ലോ. അതെ. ഇത് പടം വർക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, പടം വർക്ക് ചെയ്യണമായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു എന്നുള്ള എന്ന് പ്ലാനിങ്. നമുക്ക് ഡയറക്ഷനിലോട്ട് ഇറങ്ങാം. അടുത്തത് ദർ ഇസ് അനദർ തിങ് കേട്ടോ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഫോർ മീ ഈ പടത്തിന്റെ ആട് 1ന്റെയും 2ന്റെ അല്ലെങ്കിൽ ആട് 1ന്റെ അല്ലെങ്കിൽ ആട് ഫ്രാഞ്ചൈസിന്റെ BGMs വെയർ ലൈക്ക് ഐക്കോണിക്. ദാബുവിന്റെ ആണെങ്കിലും ഷാജി പാപ്പന്റെ ആണെങ്കിലും ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഇപ്പം സർബത്ത് ഷമീർ സർബത്ത് ഷമീർ, സർബത്ത് ഷമീറിന്റെ ആണെങ്കിലും ശശിയാശാന്റെ BGM ആണെങ്കിലും രോമാഞ്ച കുഞ്ചിതമായ തീർച്ചയായും BGM-ആണ്. അത് അങ്ങനത്തെ ഐക്കോണിക് BGM ഉണ്ടായിരുന്ന ഒരു പിന്നെ അവരുടെ പടത്തില്. വടംവലിയുടെ മറ്റേ ആ ഇതാണെങ്കിലും കൊടികേറിന പുരമേ, അതൊക്കെ ആണെങ്കിലും ഒരു അതെ നൈസ്. നമുക്കൊരു ഒരു ആവേശം തരുന്ന, എനിക്ക് തോന്നുന്നു ഓണത്തിനൊക്കെ ആ പാട്ടായിരുന്നു ഈ ഇട്ടോണ്ടിരുന്നു. വടംവലിക്കൊക്കെ എപ്പോഴും ശരിയാ. കറക്റ്റ് ശരിയാണ്. ആ ലെവൽ ഹിറ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ ഐക്കോണിക് ആയിട്ടുള്ള BGM ഉള്ള ഒരു പടത്തിലെ ഈ പടത്തിൽ വന്നിട്ട് ന്യൂ BGMs, അതായത് അവരുടെ ആ ഒരു പാസ്റ്റിലേക്ക് പോകുന്ന BGM സോ ഡിസപ്പോയിന്റിങ് ഫോർ മീ. എനിക്ക് അറിഞ്ഞൂടാ അത് എന്തുവാ. എനിക്കറിയാം. എന്നിട്ട് ഞാൻ പോയി നോക്കി ഷാൻ റഹ്മാൻ തന്നെയാണ് അത് ചെയ്തതെന്ന്. ഷാൻ റഹ്മാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് ദ BGM സ്കോർസ് ഇസ് ഡൺ ബൈ ഡോൺ വിൻസെന്റ്. ഡോൺ വിൻസെന്റ് ആണ് നമ്മുടെ അല്ല, ഷാൻജി മറ്റേ ലോകയുടെ ഹൈപ്പ് ഒക്കെ. കേറി എങ്ങോട്ട് ഇത് അതിനുശേഷം അതെ. കുറച്ചൊന്ന് പുള്ളിനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. കേറി. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. BGMs were like really disappointing for me. Very disappointing for me. ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഡിസപ്പോയിന്റ്മെന്റ് വാസ് ദ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഫോർ മീ. സത്യം പറയാലോ. ആ പഴയ BGMന്റെ അകത്തിലാണെങ്കിൽ ഏതാണ്ടൊക്കെ കുറെ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. വൈ വുഡ് യു ഡു ദാറ്റ്? പഴയ BGM it was okay as it is. Why would you change it? It was okay. അല്ല, അത് Something that പാർട്ട് is 3 അല്ലേ, അപ്പൊ ഒരു ചെറിയൊരു അതുകൊണ്ട് ഒരു കുറച്ചുകൂടെ ഒന്ന് ഇംപ്രൂവ്മെന്റ്. കലക്കി കൊളവാക്കാന്നുള്ളതാണ്.
അ അ നല്ലതായിട്ടിരിക്കുന്നെങ്കിൽ നല്ലതായിട്ട് വെച്ചാ പോരെ. വൈ വുഡ് യു ഡു അവരുടെ ദാറ്റ്? ആ ഒരു സ്ഥിരം ഫോർമുല അവര് യൂസ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അവര് വേറൊന്നും ചെയ്യണ്ടായിരുന്നു. മതിയായിരുന്നു. ആ ഒറിജിനൽ സാധനം അങ്ങ് എടുത്ത് വെച്ചാ മതിയായിരുന്നു. വൈ അല്ല വുഡ് യു അപ്പം ഡു ദിസ്? നിങ്ങളെന്ത് പറയും? സ്ഥിരം ഫോർമുല തന്നെ ഇതിപ്പം 3 ഭാഗമായില്ലേ ഇവർക്ക് നിർത്തിക്കൂടെ എന്നുള്ള പറയും. ഇതിപ്പോ ഒരു അല്ല ഒരു പക്ഷേ വെറൈറ്റി അ ആടിന്റെ ഒരു ചിക്കനായിട്ട് ഫാൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കോമഡി പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് ഇപ്പം കോമഡിയാണ്. നമുക്ക് അവരിപ്പോഴും അവരുടെ പഴയ കാലത്തും ഈ പ്രസന്റ് കാലത്തും മണ്ടന്മാരായിട്ട് തന്നെയാണല്ലോ നിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു എസൻസ് അവിടെ ഇല്ലേ? എസൻസ് അവിടെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ലൈക്ക് പഴയ ആ ഒരു ഫാൻസിന് അത് ബ്രെയിൻ റോട്ട് അല്ല എന്നുള്ളതാണ് പ്രശ്നം അല്ലേ? അതാണ്. അതാണ്. ബ്രെയിൻ റോട്ട് അല്ലെങ്കിൽ പോലും ഇനിയിപ്പോ ബ്രെയിൻ റോട്ട് ആയിട്ട് എടുത്തില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് എനിക്ക് ആ എന്തേലും ഒന്ന് കാര്യത്തിലാണ് ആട് 2 അറിയില്ല. എനിക്ക് ശരിക്കും വർക്കായത്. കാര്യം ഫസ്റ്റ് പാർട്ടിലെ ഇതൊക്കെ അതിനൊരു എന്താ പറയുന്ന ഒരു ഇംപ്രൂവ്മെന്റ് എന്നുള്ള രീതിയില് അതായത് ഫസ്റ്റ് പാർട്ടിന്റെ അവരാ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ് സെക്കൻഡിൽ വരുമ്പോൾ അവർ അതിന്റെ ആ ഇത് കളയാതെ തന്നെ എന്നാൽ വേറെ രീതിയിൽ പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പുതിയ ക്യാരക്ടേഴ്സിനെയൊക്കെ സൈഡിൽ കൂടെ ചേർത്ത് നല്ല രീതിയിൽ കൊണ്ടുപോയായിരുന്നു. അതിപ്പം എനിക്ക് ആട് 2 ആ രീതിയിൽ നല്ല രീതിയിൽ വർക്കായായിരുന്നു. ഹൗ പക്ഷേ ഹൗ ഇസ് ഹൗ ഇസ് ആട് 3 ഫോർ യു? ആട് 3 ഈ പറഞ്ഞ പോലെ ഞാൻ കാണുന്ന സമയമായപ്പോഴത്തേക്ക് ഇതിന്റെ ഏതാണ്ടൊരു എന്താ പറയുന്നത് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഏതാണ്ട് നമുക്കൊരു പിടി കിട്ടിയായിരുന്നു. അറിഞ്ഞല്ലേ? ആ. അല്ലെങ്കിൽ തന്നെ ഇതിന്റെ ഇന്റർവ്യൂവിൻ്റെ അകത്തൊക്കെ മിഥുൻ മാനുവൽ തോമസും മറ്റേ വിജയ് ബാബു ഒക്കെ വന്നിട്ട് ഈ ടൈം ലൈനുകളുടെ കാര്യമൊക്കെ പറയുമ്പോഴും എവിടെയോ ആരോ ഷൈജു കുറുപ്പാണോ ആരാണ്ട് ഷൈജു കുറുപ്പ് പറയുന്ന സമയത്തെ ഇവര് ഈ അത് മിഥുൻ തന്നെ പറയുന്ന സമയത്ത് ഇവരെല്ലാം ഒരേ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ. പറയുന്നതുകൊണ്ട് ആരാ കെറിമറി പറഞ്ഞത് അതെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ക്യാരക്ടേഴ്സ് ആവാനായിട്ട് കുറച്ച് സമയം എടുത്തായിരുന്നു. കാര്യം ഇവര് പഴയ ഷൂട്ട് ചെയ്ത ഈ പാസ്റ്റിന്റെ സീക്വൻസുകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിലോട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആഹ് അവർക്ക് ഇത് ആടല്ലല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് വന്നായിരുന്നു എന്നുള്ള ഒരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അത് കേട്ട സമയത്ത് തന്നെ നമുക്ക് ഈ ചില പടങ്ങളുടെയൊക്കെ അകത്ത് ഈ കോഡ് വേർഡ് അക്സെപ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ ആണ്ടവർ ശരി. വന്നിട്ട് ഇന്ത്യൻ 3-നേക്കാളും ഇന്ത്യൻ 2-നേക്കാളും ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഇന്ത്യൻ 3ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പം കോഡ് വേർഡ് അക്സെപ്റ്റഡ്. അതിന് പുറമെ വേറെ സിദ്ധാർത്ഥ് വന്നിട്ട് ഇന്ത്യൻ 3 എന്ത് ഞാൻ ഇന്ത്യൻ 4ഉം 5നും വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അവന്റെ വക ഒന്ന്. തഗ് ലൈഫിനെ കുറിച്ച് വന്നപ്പോ കങ്കുവയ്ക്കകത്തിലും ഉണ്ടായിരുന്നു. കങ്കുവയ്ക്കകത്തില് എന്നായിരുന്നു? കങ്കുവയ്ക്കകത്തല്ലേ വായ പൊളന്ത് പാക്ക് പൊറിങ്ങ എന്ന് പാക്കപ്പുറം സൂര്യ അതെ. പറഞ്ഞത്. അത് പക്ഷേ ശരിയായിരുന്നു. വായ പൊളന്ന് തന്നെ ഒരു വാപ്പളന്താനെ വെച്ചിട്ടായിരുന്നു പൊറുവൻ എന്ന് പറഞ്ഞ് പറയാതിരിക്കുകയായിരിക്കും ഭേദം. അപ്പം അതങ്ങനെ. പിന്നെ ഇപ്പം തഗ് ലൈഫിനെ കുറിച്ച് ആണ്ടവർ പറഞ്ഞത് എന്താ പറയുന്നത് നായകനെ ആ, കടത്തി വെട്ടുന്ന വെട്ടും. രീതിയിലാണ്. ശരിയാ. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഈ പ്രൊമോഷന് വന്നിരിക്കുമ്പോ ഇതൊക്കെ കോഡ് വേർഡുകളാണ്. നമ്മളത് അത് കോഡ് വേർഡ് അക്സെപ്റ്റഡ് എന്ന് പറയണം. അപ്പൊ ഇത് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഇതൊരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. കാര്യം ഇവർക്ക് തന്നെ ആക്ടേഴ്സിന് തന്നെ ക്യാരക്ടറിലോട്ട് വരാനായിട്ട് ഇത് ആടല്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വന്നെങ്കിൽ ഇത് ആടായിരിക്കില്ല എന്നുള്ള ഒരു ഒരു ഇത് ഒരു സെൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് അതിന്റെ അഭിപ്രായങ്ങൾ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിൽ കാണാനായിട്ട് പിന്നെ മിഥുൻ പറയുന്നുണ്ടായിരുന്നു ആട് 3.2 അത് അതിലേക്ക് അതിൽ വരുമ്പോഴത്തേക്കാണ് കൂടുതൽ കാര്യങ്ങൾ അതായത് ഇതിന്റെ ഒരു ഒരു മൂഡ് നിങ്ങൾക്ക് പിടികിട്ടുക. അപ്പൊ ഇത് അതിന് മുമ്പുള്ള ഒരു വേൾഡ് ബിൽഡിംഗ് പോലെയാണ് ഈ 3.1 എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പം അതെല്ലാം കൂടെ മനസ്സിൽ വെച്ച് കണ്ടതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു അതായത് കോമഡി ആയിട്ട് ഞാൻ എവിടെയും ചിരിക്കാനുള്ള മൊമെന്റ്സ് ഒന്നും എനിക്ക് അങ്ങനെ ഉണ്ടായില്ല. ഫോർ സം ഓഡ് റീസൺ എല്ലാവർക്കും ഫുക്രുവിന്റെ മറ്റേ എന്തുവായിരുന്നു അവൻ പറഞ്ഞത്? മറ്റേ ഏതാണ്ട് ഒരു ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ. ആകെ അതേ പറഞ്ഞുള്ളൂ. അത് തന്നെ മറന്നുപോയി. എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ മറ്റേ എന്ത് മറ്റേ ഇതായിരിക്കും. എന്നാ അയ്യോ! എനിക്ക് ഡെലൂലു വരുന്നു. ഇപ്പഴത്തെ ഒരു സാധനം ഉണ്ടല്ലോ. എപ്പഴും എല്ലാരും ഇപ്പോഴത്തെ പറയുന്ന ഒരു 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 സാധനം. ഐറ്റം ആണത്. അതാണ് അവൻ പറഞ്ഞത്. എന്തോ ഒരു ഒരു സംഭവം. ഓർക്കുമ്പോ ഞാൻ കോട്ടെ പറയാം. ഞാനും മറന്നുപോയി. എന്താണേലും അത് ആർക്കും വർക്കായില്ലെന്ന് ഞാൻ കേട്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്തത് വർക്കായായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ചില ഈ ചാനലിലെ ഹൈപ്പ് മാൻ ആണ് നമ്മുടെ ദിഗു. എനിക്ക് ഏത് പടത്തിനോട് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാലും
ദിഗു വന്നിട്ട് പറയും, ഇല്ലടി അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ആട് 3യുടെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് കാണാൻ പോകാൻ തോന്നുന്നില്ലെന്ന് പറഞ്ഞപ്പോ ദിഗു എന്നോട് പറഞ്ഞു, എടി അങ്ങനെ അല്ല, നീ മനസ്സിലാക്കണം. അതിപ്പോ ചിലപ്പോ അവര് ട്രെയിലറിനകത്തില് അവന്മാരെ കോമഡി എല്ലാം കട്ട് ചെയ്തിട്ട് അവന്മാര് സീരിയസ് ആക്കി വെച്ചതായിരിക്കും. നമ്മൾ പടം പോയി കാണുമ്പോൾ ഒടുക്കത്തെ കോമഡി ആയിരിക്കും. അടിച്ചവന്റെ മോന്തരത്ത് ഇത് ഇത് തന്നെയാണ് ഈ ഈ തെണ്ടി ഇവനാണ് എന്നോട് അനാവശ്യമായിട്ട് വാർ 2 കാണാൻ എന്നോട് IMAX-ൽ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അത് അത് എന്നെ മാത്രമാണ് ട്രാപ്പ് ചെയ്യുന്നെങ്കിൽ പോട്ടെ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പാവം പിഞ്ച് പൈതൽ അഖണ്ഡ പോയിട്ട് 2 പോയി കണ്ടത്. അഖണ്ഡ 2 കണ്ട് ഇവന്റെ പ്രേരണ കാരണം. അല്ല ഞാനതിങ്ങനെ ഒരു ദിഗംബരനെ ഓളത്തിൽ സൂക്ഷിക്കണം. അങ്ങനെ ദിഗംബരനെ സൂക്ഷിക്കണം. ഇവരാണ് മറ്റേ നമ്മുടെ വടക്കൻ സെൽഫിക്കകത്ത് പ്രോത്സാഹിപ്പിക്കുന്ന മറ്റേ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്ത്. അനാവശ്യമായി പ്രോത്സാഹനം തന്നെ അല്ല കുഴിയോട് അതിപ്പോ ചാടിക്കുന്നവരാണ്. ഇത് ചില തീർച്ചയായും. പടങ്ങള് ഞാൻ കണ്ട് ആസ്വദിക്കുന്ന ഇപ്പം എന്താ പറയുന്നത്, ഇപ്പൊ ഒരു പ്രമുഖ യൂട്യൂബറിന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഒരു മലംകൾട്ട രീതിയിൽ പുള്ളി ആസ്വദിക്കാറുണ്ട് ചില പടങ്ങളൊക്കെ. ആ ഒരു സെൻസിലാണ് ഞാനും പലതും ആസ്വദിക്കാറ്. ഇപ്പം പുലി തിയേറ്ററിൽ പോയാണ് ഞങ്ങൾ കണ്ടത്. നമ്മുടെ ഉമ്മൻ ഡാനിയലിന്റെ കൂടെ പോയാണ് ഞങ്ങൾ പുലി കണ്ടത്. പുലി കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു ചേട്ടൻ എന്നോട് വന്ന് ചോദിച്ചു, പടം എങ്ങനെയുണ്ട്? സൂപ്പറാന്ന് പറഞ്ഞു, കയറി കണ്ടോളാം. അപ്പൊ അങ്ങനെ ഞാനാണെങ്കിലും ഞാനിങ്ങനെ ഉണ്ടല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ ഒരു ഹൈപ്പ് ചെയ്ത് വിടും. അതെന്റെ ഒരു എന്റർടൈൻമെന്റ്. ദിസ് ഇസ് മൈ എന്റർടൈൻമെന്റ് ഞാനാണെങ്കിൽ എന്ന് അങ്ങനെയുള്ള പറയും. സിറ്റുവേഷനിലുണ്ടല്ലോ, നിന്നെ തേടി പിടിച്ച് നിന്റെ വീട്ടിൽ വന്ന് നിന്റെ കരണത്തിനിട്ട് പറഞ്ഞവിടെ പോയിട്ട് ഞാൻ I can- പോകത്തുണ്ടായിരുന്നു. അതായിരുന്നു പുള്ളിയുടെ വില്ലൻ ഒറിജിൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ, പുള്ളി അതാ- ഇപ്പൊ ആ, ഞാൻ പുള്ളി ഇപ്പൊ ഒരു ഭയങ്കര വില്ലൻ ആർക്കിലായിരിക്കും. ഞാൻ ഭയങ്കര ആസ്വദിച്ചാണ് പുലി കണ്ടത് കേട്ടോ. ഞാൻ നല്ല കാര്യം പൈസ മുടക്കിയത് അതെ, വേറെ ഒരുത്തരായിരുന്നു, അത് വേറെ കാര്യം. എന്താണേലും അപ്പം ഡാനിയൽ ഉമ്മൻ നിന്നെ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നോ? ഡാനിയൽ ഉമ്മനാണ് എന്നെ കൊണ്ടുപോയി പുലി കാണിച്ചതും ദിൽവാലെ കാണിച്ചതും ഒക്കെ. ഈ അതും ദിൽവാലെ വരുന്തവൻ പറഞ്ഞത് എന്താണ്, മറ്റേ ഇന്റർസ്റ്റെല്ലാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദിൽവാലെ ഇഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞത്. അപ്പം എന്തുവാണ് തള്ളുന്നതിനൊക്കെ അതൊക്കെ ഒരു പരിധിയൊക്കെ വേണ്ടേ? ഇതെന്ത് ബന്ധം? രണ്ട് കണ്ടാലും കിളി പോകും, അതാണ് അതിന്റെ ബന്ധം. അത് ഇന്റർസ്റ്റെല്ലാർ ശരിയാ, കണ്ടാലും ശരി. ദിൽവാലെ ഇന്റർസ്റ്റെല്ലാർ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് കണ്ടാൽ നമ്മളൊരു പ്രത്യേക വൈബിലെത്തും. ഇന്റർസ്റ്റെല്ലാർ പിന്നെ കണ്ടോണ്ടിരിക്കില്ല. വെച്ചാൽ ലൈക്ക് ഇറ്റ്സ് ഇന്റലക്ച്വൽ. ഈ ദിൽവാലേക്ക് എന്ത് ഇന്റലക്ച്വൽ ആയിട്ടിരുന്നത് എന്തിരിക്കാനാ? ദിൽവാലെ ഭയങ്കര ഇന്റലക്ച്വൽ ഇന്റലക്ച്വൽ ആയിട്ട് ആയിരുന്നു. നമ്മളെ ബോധം കെടുത്തുമല്ലേ, അതായിരിക്കും സംഭവം. അതാണ് ദിൽവാലെ. ഞാൻ ഈ ചാനലിലെ ഒരു OG കൺവിൻസിങ് സ്റ്റാർ ആണെന്ന് നിങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കൊരു കുറ്റബോധം തോന്നുന്നു. അങ്ങനെ തന്നെ ആണ്, നീയാണ് എല്ലാരും വഴി തെറ്റിക്കുന്നത്. നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് പറയണം എന്നുണ്ടെങ്കിലും അങ്ങനെ പാടില്ല. ദിഗു നിങ്ങൾ പോയി ദിഗു കാണണം. നിങ്ങളോട് ഈ ചാനലിൽ ദിഗു നിങ്ങളോട് പറയാണ്, ഈ പടം നിങ്ങൾ പോയി കാണണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ. അതൊരു ട്രാപ്പാണ്. ഇറ്റ്സ് എ ട്രാപ്പ്. ഇത് നീ എന്താ സർക്കാസം. എന്താ മറ്റേ നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ വക്കീലുമായിട്ട് ഞാൻ വരാന്ന് പറയുന്ന വക്കീലുമായിട്ട് ഡയലോഗ്. അതെ, തീർച്ചയായും. അപ്പം ഇതില് ഞാൻ എന്താ പറയുന്നത്, ചില ഇപ്പം അങ്ങനെ അങ്ങട് അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ കൂറപ്പടങ്ങളൊക്കെ കാണുന്നതിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണോ, ചില ഇതൊക്കെ കൂറയാണെന്ന് പറഞ്ഞാലും എടാ ചിലപ്പോൾ നമ്മളത് കണ്ട് എടാ ആസ്വദിക്കും. നിന്റെ മാന്യത മൈൻഡ് ഇല്ലാത്തവനെ, ഇപ്പോഴും കൂറെല്ലാം ഞാൻ നിന്റെ വീട്ടിൽ ഇരുന്ന് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നിന്നെ കുഴിയിലേക്ക് തള്ളി വിടാറുണ്ടോടാ? നീ ഇപ്പൊ നീ അത് കണ്ട് മലങ്കൾക്ക് കുഴിഫാനായി ആസ്വദിക്കണം. തീർച്ചയായും. അതിപ്പം നീ ഇവന് ആ, പറഞ്ഞു. ഇവനിപ്പോ മലങ്കൾക്ക് കുഴിഫാനായി പോയല്ലോ ഒന്ന്. അല്ല, എടാ അതെനിക്ക് അതിനൊരു ഇഷ്ടമാണ്, ഒരു പക്ഷെ ഞാൻ ഇവന്റെ വീട്ട് അതങ്ങനെ കുഴിയിലേക്ക് തള്ളിവിടാം. അല്ല, ഞാനോ പെട്ടു വന്ന പിന്നെ നീയും കൂടെ പെടുവാണെങ്കിൽ അതൊരു കമ്പനിക്ക് തീർച്ചയായും, അങ്ങനെ തീർച്ചയായും. ആത്മാർത്ഥമായ സുഹൃത്തുക്കളാണ്. പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഷാജി പാപ്പൻ ആദ്യത്തെ പടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ തൊട്ട് ഞാനിവിടെ ഫോളോ ചെയ്യും. തീർച്ചയായും. ഇതിനേക്കാളും വലിയ ഗതികെട്ടവൻ വേറെ ഉണ്ടോ കർത്താവേ എന്ന് ചോദിക്കുന്നതും എനിക്ക് സെക്കൻഡ് ഓർമ്മ പടത്തിൽ ചോദിക്കുന്നുണ്ട്. അതെ. കടാ ഈ ഡയലോഗുകളൊക്കെ നമ്മളിപ്പം ഫസ്റ്റിന്റെ അകത്താണെങ്കിലും ഇതുപോലത്തെ ഡയലോഗുകൾ ഇപ്പം ഷാജിയേട്ടാ ഇവളെ അങ്ങ് ആ ആ ആ സാധനമാണേലും പിന്നെ വേണ്ട, ആ അരുതപ്പൂ അരുത്, ഡോക്കയല്ലേ. അതാണ് എന്റെ ആ, സ്റ്റേപ്പിൾ ഡയലോഗാണ്. ഞാൻ എല്ലാരോടും പറയുന്ന ഡയലോഗ്, അരുതപ്പൂ അരുത്. അരുത് അരുത്. പിന്നെ മറ്റേ ആക്സിഡന്റ് ആയി കഴിഞ്ഞിട്ട് ആ ഡോക്കയല്ലേ ഫ്രഷ് ആയിട്ട് ഇറക്കുന്ന അതിന്റെ ഒരു സുഖം എന്നൊക്കെ പറയുന്നത്. പിന്നെ കഴിഞ്ഞ ഓണത്തിന് കൈപ്പുഴ കുഞ്ഞപ്പന്റെ കൈ അറുത്തപ്പോ പിന്നെ കട്ട കൈകാർത്തപ്പോ ചോരയാ മുഖത്ത് തെറിച്ചതെന്ന് പറയും. അപ്പൊ അങ്ങനത്തെ കുറെ ഡയലോഗുകൾ ഫസ്റ്റിന്റെ അകത്തും സെക്കൻഡിന്റെ അകത്താണേലും പറഞ്ഞ പോലെ കുറെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എനിക്ക് മറ്റേ പക്ഷേ ജമാലുവിന്റെ സാധനം ഇഷ്ടമാണ്. രാമായണത്തിലോട്ട് കൊന്തയിട്ട ശ്രീരാമൻ അല്ലയോ അത്? അല്ലയോടെ
നീ ആരാടാ ജഡായി പാഞ്ചാലിക്ക് എന്താടി ജമാലു? മഹാഭാരതത്തിൽ കയറി, അല്ല പാഞ്ചാലിക്ക് ഇത് എന്താടി രാമായണത്തിൽ കയറി, അത് സീതേച്ചി വിളിച്ചപ്പോ അങ്ങനെ അതിന് കോമഡി പിന്നെ ഇതൊരു മരുത്വാമല കണ്ടിട്ട് ഇത്രയും വലുതോ എന്ന് ചോദിക്കുന്നത്. ഇത് ക്രിസ്മസ് കേക്കാന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഇതില് പക്ഷേ ഉണ്ടല്ലോ, ഇതിലങ്ങനെ ഒരു ഐക്കോണിക് ഡയലോഗ് എന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സീനെന്നോ പറയാനായിട്ട് എനിക്ക് ആകെപ്പാടെ ഡ്യൂഡിന്റെ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. മറ്റേ എൻ്റെ മുമ്പിൽ എന്റെ മുമ്പിൽ ബാങ്കോക്കും മയാമി, ബാക്കിൽ ബാങ്കോക്കും ബാങ്കോക്ക് വാട എന്ന് പറയുന്ന ആ സാധനം. പിന്നെ മറ്റേ ഹെലികോപ്റ്റർ വരുമ്പോൾ ഉള്ള ബ്ലഡി ഗ്രാമവാസീസ്, അത് ഒക്കെ ആയിരുന്നു. പിന്നെ അല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ മാത്രമുള്ള. പിന്നെ ചിലര് മറ്റേ പത്മനാഭൻ ഇങ്ങനെ പ്രസന്റ് ടൈമിലോട്ട് സ്വിച്ച് ആയി കഴിയുമ്പോൾ നോം രാജാവാണ്, അവിടെ ഒന്നും സ്പർശിക്കരുത് എന്നൊക്കെ പറയുന്നതൊക്കെ ചിലർക്ക് കോമഡി ആയിട്ടൊക്കെ വർക്കായിരുന്നു പറയുന്നുണ്ടായിരുന്നു. ബട്ട് തീർച്ചയായും. അറിയില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്തെ മറ്റേ പുള്ളിക്കാരിനെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, അലയ ബോൺ, മറ്റേ എന്താണ്, കെയ്റ്റ് നല്ലായിരുന്നു. എന്നാണ്, ആക്ഷൻ പിന്നെ ഒക്കെ കെയ്റ്റ് ലാറ നല്ലായിരുന്നു. എന്നാണ്. ഉം ആ ഉം ഉം. പാസ്റ്റിലാന്ന് തോന്നുന്നു കസാൻഡ്ര, അതോ പ്രസന്റിലാണോ കസാൻഡ്ര, അങ്ങനെ എന്താണ് പുള്ളിക്കാരി. ഉം. കെയ്റ്റും കസാൻഡ്രയാണ്, എന്താണ് പുള്ളിക്കാരി കൊള്ളായിരുന്നു. എനിക്ക് എമ്പുരാൻ്റെ അകത്ത് മറ്റേ പുള്ളിക്കാരിനെ ഓർമ്മ വന്നു, ആ ആ ആ ആ ശരിയാ ഖുറേഷിയുടെ ശരിയാ. അടുത്ത്. നിനക്ക് ചിലപ്പോൾ വേണേൽ കാണാൻ പറ്റുമായിരിക്കും, കാരണം പുള്ളിക്കാരി കനേഡിയൻ ആണ്. ആ അത് കെയ്റ്റ് ശരി. ആണ് പ്രസന്റ്, കാസാൻഡ്രയാണ് പാസ്റ്റ്. ഓക്കെ ഓക്കെ. പുള്ളിക്കാരി സ്റ്റണ്ട് കോർഡിനേറ്ററും സ്റ്റണ്ട് ആക്ടറും കൊറിയോഗ്രാഫർ. അങ്ങനെ എന്തോ. ഓ ആ ഓക്കെ ഓക്കെ. സ്റ്റണ്ട് വുമൺ ആണ്, യെസ്. അപ്പം അത് കാണാനുണ്ടായിരുന്നു, അതിന്റെ ഒരു പഞ്ച് ഉണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു. അതെ അതെ. കനേഡിയൻ ആണ് പുള്ളിക്കാരി. ഓ, മേപ്പിൾ വുഡിന്റെ ആളാണോ നിങ്ങളിവിടെ? മേപ്പിൾവുഡിന്റെ ആണ്. ഹോളിവുഡ് നോർത്ത് അഥവാ മേപ്പിൾ വുഡ് എന്നാണ് കനേഡിയൻ ഫിലിം ഇൻഡസ്ട്രി അറിയപ്പെടുന്നത്. അപ്പോ കൊള്ളാം, നിങ്ങൾ ഹോളിവുഡിൽ വരെ ഉണ്ടോ മേപ്പിൾവുഡിനകത്ത് എനിക്ക് പിടിയുന്നു. അല്ല, മേപ്പിൾവുഡിനകത്ത് ഫേമസ് ആയിട്ടുള്ള ആക്ടർ മറ്റേ ഇവനല്ലേ, നമ്മുടെ ഏഹ്, റയൻ റയൻ ഗോസ്ലിംഗ്. റെനോൾസ് ആണോ? അല്ല, റയൻ 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 ഗോസ്ലിംഗ് ഗോസ്ലിംഗ്. റെനോൾസ്. ആണ്. ആ, ഗോസ്ലിംഗ് കനേഡിയൻ റെനോൾസും ആക്ടറാ. കനേഡിയൻ ആണ്, അതെനിക്കറിയാം. റയൻ റെനോൾസ് റെനോൾസ് കനേഡിയൻ ആണ്. കനേഡിയൻ ആണ്. ഗോസ്ലിംഗ് കനേഡിയൻ ആണോന്ന് എനിക്കറിയത്തില്ല. പിന്നെ അല്ല, നമുക്കും ഉണ്ട് ഒരു സൂപ്പർ സ്റ്റാർ, നമ്മുടെ നമ്മുടെ ചാനലിനും സൂപ്പർ സ്റ്റാർ ഉണ്ട്. അതെ, It's- അതെ മിസ്റ്റർ അതെ അതെ ദിഗംബരൻ. അതെ, ദിഗംബരനല്ലേ. അടുത്ത കനേഡിയൻ ഫിലിം ഇൻഡസ്ട്രിയുടെ താരമാകാൻ പോകുന്ന, വാഗ്ദാനമാണ്. അല്ലെ, അതെ അതെ. ഭാവി അത് വാഗ്ദാനം. അതൊക്കെ നിങ്ങൾ കാണാൻ അതായ പോകുന്നതേ ഉള്ളൂ. വ്യൂവേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കിടലിനായിട്ട് കഥ എഴുതുന്ന ഒരാളാണ് മിസ്റ്റർ ദിഗംബരനും. അല്ലല്ല, ദിഗുവിന്റെ കാര്യമല്ല പറഞ്ഞത്, ഞാനൊരു ആക്ടറിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ചാനലിന്റെ ഭാഗമായിട്ടുള്ള ഒരു മേപ്പിൾ വുഡ് ആക്ടറിന്റെ കാര്യമാണ് പറഞ്ഞത്. അതെ, കനേഡിയൻ സൂപ്പർ സ്റ്റാർ എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. അതൊക്കെ ഇനി വരാൻ വരാം. പോകുന്നേ ഉള്ളൂ, അതൊക്കെ നിങ്ങൾ Yes. കാണാൻ പോകുന്നേ ഉള്ളൂ പൂരം. ഇപ്പം ആട് 3യിലേക്ക് വരികയാണെങ്കിൽ, ആം, എന്താ എനിക്ക് ഒരു ഓക്കെ ഓക്കെ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. പിന്നെ ചില ഇതിന്റെ ലെങ്ത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ചില പോർഷനൊക്കെ വന്നപ്പോഴത്തേക്കും അത് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ കുഴപ്പമില്ല, പക്ഷെ എന്നാലും എവിടേക്കോ അവർക്ക് വേണമെങ്കിൽ ട്രിം ചെയ്യാമായിരുന്നു, കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ഇതാക്കാമായിരുന്നു എന്നുള്ള എനിക്ക് തോന്നി. പിന്നെ ലോജിക്കില്ലായ്മ എന്ന് പറയുന്നത് അതിപ്പോ ഫസ്റ്റ് പടത്തിലും സെക്കൻഡ് പടത്തിലും ഒക്കെ അതിന്റെ ഒരു സ്റ്റേപ്പിൾ ആയതുകൊണ്ട് ചിലപ്പം പക്ഷേ ഉം. ഫസ്റ്റ് പടത്തിലും സെക്കൻഡ് പടത്തിലും ലോജിക്കില്ലായ്മ ഓക്കെയാണ്. കാരണം അതിനകത്തൊരു സീരിയസ് സ്റ്റോറി ടെല്ലിംഗ് ഇല്ല. പക്ഷെ ഇതിനകത്തൊരു സീരിയസ് സ്റ്റോറി ടെല്ലിങ്ങിന്റെ കൂടെ ഈ ഒരു ലോജിക്കില്ലായ്മ വന്നപ്പോഴത്തേനുമാണ് പക്ഷെ ആൾക്കാർക്ക് അതൊരു അത് മറ്റേ തമിഴ്നാട്ടിലെ അല്ലവൻ കോടതി നട്ടിക്കറി സീനൊക്കെ അവസ്ഥയായി. ആണെങ്കിൽ അത് അവരുടെ പ്രസന്റ് ടൈമിലുള്ള ആൾക്കാരുടെ ഇത് വെച്ചിട്ടാണല്ലോ, അപ്പം അങ്ങനെ അത് വേണമെങ്കിൽ. അത് അതാ ഞാൻ പറഞ്ഞ, അത് റെഡിക്കുലസ് ആയിരുന്നു. അത് കണ്ടോണ്ടപ്പോ ഞാനും ആലോചിച്ചു, ഇത് ലോജിക്കില്ലായ്മയ്ക്കും ഒരു 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 അൻ- ഒരു എല്ലാത്തിനും ഒരു മയമൊക്കെ വേണ്ടേന്ന് ചോദിക്കുന്ന പോലത്തെ അല്ല, അവസ്ഥയായിരുന്നു. പക്ഷെ ഇത് ഒരു എന്താ പറയുന്നത്, നമ്മുടെ ബബ്ബയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നാണല്ലോ. തീർച്ചയായും. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ആ മാഡ്നസ്. ഞാൻ പറയുന്നത്, ഈ ആട് 3 നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, നമുക്ക് ബബ്ബ കാണാം. ഇപ്പം നിന്റെ ആ ഒരു
എല്ലാ പ്രശ്നങ്ങളും നീ മാറി. ബബ്ബ കണ്ടില്ല UDC ഇല്ല. കുമാരി? ഞാന് ഇല്ല നീ ഞാനേ വെള്ളത്തിൽ കാണ്. കണ്ടു. ഞാൻ ഞാൻ ബാലയുടെ ഞാൻ കണ്ണപ്പ നിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവള് കണ്ടില്ല. ഞാൻ കണ്ണപ്പ പോയി കണ്ടിട്ട് കണ്ണപ്പയ്ക്കകത്തുള്ള എന്റെ ലാലേട്ടന്റെ രൂപം കണ്ട് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ഇനി ബബ്ബയും കൂടെ കാണാൻ എനിക്ക് വയ്യ. ഇല്ല എന്നിലെ ബബ്ബപ്പയില് ലാലേട്ടൻ ഫാൻ മരിച്ചോണ്ടിരിക്കുകയാണ്. ബബ്ബപ്പയില് എന്ന് പറഞ്ഞാൽ പൊളിയല്ലേ? ലാലേട്ടനോടുള്ള സ്നേഹമല്ല മരിക്കുന്നത്. ഞാനെന്ന് പറയുന്ന ഫാൻ ലിറ്ററലി എന്നെ 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 കാർന്ന് തിന്നോണ്ടിരിക്കുകയാണ് ഈ അവസാനം വൃത്തികെട്ട കാട്ടുതീയൊക്കെ ക്യാമിയോസ്. ഉണ്ട്. ബാലയ്യയുടെ കാട്ടുതീ. തെലുങ്കിൽ അദ്ദേഹം ബാലയ്യ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ അതാണ് എന്റെ വേറെ ഒരു പ്രശ്നം. ഞാനൊരു ട്രൂ ബാലയ്യ ഫാനും കൂടെയാണ്. അത് ശരിയാ. ബൈ ദ വേ, ലാലേട്ടൻ ഇവിടെ അയർലൻഡിലോട്ട് വരുന്നതായിട്ട് ചെറുതായിട്ടൊരു അറിവുണ്ട്. ഓ ഓ ആണോ? ആണോ? നൈസ്. യെസ്. എമ്പുരാന് വേണ്ടിട്ടാ? എമ്പുരാന് വേണ്ടിയിട്ടല്ല, ജൂണിലും റാമിന് കണ്ടെങ്കിലും വരുമെന്ന് വേണ്ടിട്ടാണ്. പറയും. അപ്പൊ ചുമ്മാ ചുമ്മാ വരുന്നതാണോ? ചുമ്മാ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു ഓ പരിപാടിയൊക്കെ അവിടെ ആൾക്കാർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഓ പൊളിച്ചല്ലോ. അപ്പം ചിലപ്പം യെസ് കാണാൻ പോകാനായിട്ടുള്ള പ്ലാൻ ഉണ്ട്. കാണണം എന്തായാലും. ഇപ്പം പിന്നെ എനിക്ക് ഈ ആട് 3-ക്കകത്ത് എനിക്ക് ഡ്യൂഡിന്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു സങ്കടം തോന്നിയായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആട് 2-ന്റെ അകത്ത് പുള്ളി അടിമപ്പണിയൊക്കെ എടുത്ത് പുള്ളി ഒരു ഹൈസ്റ്റ് മിഷന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിലും പിന്നീട് സെക്കൻഡ് ഇൻട്രോയില് പുള്ളി ഒരു മാസമായിട്ട് വരുന്നു. പക്ഷെ അവസാനം പിന്നെ അവര് ആംബുലൻസ് കയറ്റി അല്ല മറ്റേ കണ്ടെയ്നറിൽ കയറ്റി കൊണ്ടുപോകുന്നോണ്ട് അവിടെ അത് തീർന്നു. ഇതിന്റെ അകത്ത് പക്ഷെ അതിലും കൂടുതൽ അങ്ങട് ആടുജീവിതം എന്ന് പറയുന്ന പോലെ ഡ്യൂഡ് ജീവിതം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു പുള്ളിക്ക്. കഴുത മറ്റേ ചക്കിലാട്ടുന്നു, ആടിക്കുന്നു, തൊഴിയുന്നു, സുലൈമാൻ എന്നൊക്കെ പറഞ്ഞ് സുലൈമാനിയാക്കി പുള്ളിനെ, അടിച്ചു റൊട്ടിയാക്കി. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ പാവം. എന്നാൽ പിന്നെ ആന്റണീനെ രക്ഷപ്പെടുത്തിയിട്ട് പുള്ളിയുടെ ഒരു മാസ് അവതാരം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ വേറൊരു രീതിയിലുള്ള ഒരു അവതാരമാണ് ഉണ്ടായത്. എങ്കിലും അറിയില്ല. അവതാരം അല്ലായിരുന്നു, അവരാധമായിരുന്നത്. ബലയുടെ കാട്ടുതീയുടെ അത്രയും വരുമോ കുട്ടാ? നീ ബാലകയുടെ കാര്യം മിണ്ടരുത്, അത് വേറൊരു അതിന്റെ അവരാധം. തട്ട് താണിരിക്കും. ഗില്ലി ബല. യെസ്. അപ്പം പിന്നെ അറിയില്ല, എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ഒരു തരം മിക്സ്ഡ് ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ ഓർത്തു മിഥുൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ലോക്കിയുടെ ഇതിൽ പറയുകയാണെങ്കിൽ ലിയോ ഫേക്ക് ഫ്ലാഷ് ബാക്ക് ആണെന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിക്കുന്നത് പോലെ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഇതിന്റെ വേൾഡ് ബിൽഡിംഗ് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ കോപ്പി ചെയ്യുന്നത്. ബേസിക്കലി ലിവിങ് കോപ്പിംഗ് മെക്കാനിസം യുനോ. എന്ത് തേങ്ങ കണ്ടാലും അത് ഇത് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞങ്ങ് സമാധാനിപ്പിച്ച് സ്വയം അങ്ങ് ഇത് ശാന്തമാകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആട് 3 ചിലപ്പം 3.2 ചിലപ്പം കൂടുതൽ വർക്ക് ആയാലോ. ഇപ്പൊ ഇതിന്റെ ഒരു റിസപ്ഷനൊക്കെ കണ്ടിട്ട് മേ ബി അവർ കുറച്ചുകൂടെ ഒന്ന് ആട് ട്രിമാക്കിയിട്ട് 3.2-ല് നിങ്ങൾ രണ്ടുപേരും എക്സ്പെക്ട് ചെയ്യുന്ന സാധനം എന്തൊക്കെയാണ്? അതായത് ഇത് വന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഈ ഈ സാധനം കാണാനാണ് ഞാൻ ഇനിയിപ്പം ഞാനത് കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഇത് കാണാനാണ് ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തായിരിക്കും പറയാനുള്ളത് നെക്സ്റ്റ് പാർട്ടിനെ കുറിച്ച്? എൻ്റെ ഒരു ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പം അവർ പാസ്റ്റും പ്രസൻറ്റും അങ്ങടും ഇങ്ങടും വെച്ച് മാറിയിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ചില കൊമേഡികളൊക്കെ ഉണ്ടാവല്ലോ. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്ന പോലത്തെ ഒരു പരിചിതമില്ലാത്ത ഒരു സാഹചര്യം, ഒരു സന്ദർഭത്തിൽ പത്മനാഭൻ രാജാവും ഈ രാജാവിന് പകരമായിട്ട് ഷാജിപ്പാപ്പൻ അവിടെ വരുമ്പോൾ ഉള്ള ആ ഒരു അവരുടെ ഭാഷയുടെയും കൾച്ചറും എല്ലാം വ്യത്യസ്തമാണ്. അപ്പം അവിടെ അങ്ങനെ വരുന്ന കൊമേഡികൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്കൊന്നും അറിയാൻ പാടില്ല. അത് ഫ്യൂച്ചർ ടൈം ലൈന് എന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇതിനൊരു ജസ്റ്റ് ഒരു ഗ്ലിംസ് പോലെയല്ലേ വേറൊരു മേ ബി അതിൻ്റെ കാര്യമുണ്ട്. അകത്ത്. ഈ ഈ നമ്മളെ കാണിക്കുന്നുണ്ടല്ലോ വിനായകന്റെ ക്യാരക്ടറും അതായത് ഡ്യൂഡും പാസ്റ്റിലേക്ക് പോകുന്ന പോലെയാണല്ലോ കാണിക്കുന്നത്. പക്ഷെ ഡ്യൂഡിന്റെ കാരണം അവരേതോ ചായക്കടയിൽ വന്നിട്ട് അവിടുത്തെ ആൾക്കാർ അസം ഖാനാന്ന് പറഞ്ഞുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടല്ലോ. റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ചാരായം ഒക്കെ കുടിക്കുന്നുണ്ട് ചോദിക്കുന്നത് റെട്രോ സ്റ്റൈലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരത് ചോദിക്കുന്ന പാസ്റ്റിലേക്ക് വന്നല്ലോ. അപ്പം ഈ അസം ഖാൻ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ പ്രസന്റിലേക്ക് വന്നിട്ടുണ്ടാവോ എന്നുള്ളത് അത് കാണിച്ചില്ലല്ലോ. അത് കാണിച്ചായിരുന്നു. കാണിച്ചില്ലെന്ന് എനിക്കത് തോന്നുന്നു. ഇല്ല. ഓർമ്മയില്ല അത് സത്യം പറഞ്ഞാൽ. ഞാനിപ്പോ ആലോചിച്ചുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് നീ ഇത് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഒരു ആ ഷിഫ്റ്റ് കാണിച്ചില്ലല്ലോ. ഷാജി പാപ്പനെ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ രാജാവ് എന്താ പത്മനാഭനെ മാത്രമേ നമുക്ക് ഇവിടോട്ട് പ്രസന്റിലേക്ക് നമ്മൾ കണ്ടുള്ളൂ. അപ്പം
ആ അത് ശരി. അസം ഖാൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയത്തില്ലേ? അസം ഖാൻ ചിലപ്പോ പാസ്റ്റിൽ തന്നെ പെട്ട് കിടക്കുവാണോ? അപ്പൊ നീയും കോയ ഞാനും കോയ രണ്ട് പോയേ. മേ ബി അവര് ടീമപ്പ് ആവാം. അങ്ങനെ ഒരു ഇത് വരാമല്ലോ. അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം. എന്താണേലും ഷാജി പാപ്പൻ പാസ്റ്റിൽ എന്തായാലും ഒരു യുദ്ധ സീക്വൻസ് ഒക്കെ നമുക്ക് ഉണ്ട് പ്രതീക്ഷിക്കാം. ഉണ്ട്. അതെ അതെ. അപ്പം പുള്ളി രാജാവിന്റെ പ്ലേസ് എടുക്കുമെന്നുള്ളത് ഉറപ്പായി. പിന്നെ ഇവിടെ ഇങ്ങേര് എന്താകുമെന്നുള്ളത് അറിയത്തില്ല. ഈ നീലക്കൊടുവേലിയൊക്കെ വരുമായിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാര്യം ഈ മറ്റേ നല്ലായിരുന്നു. വാൾട്ടർ സാഹിബിന്റെ അവിടുന്ന് ഈ സാത്താൻ സേവ്യറിന് പുള്ളിയുടെ ഗ്രാൻഡ് പാ കൊടുത്തതാണല്ലോ നീലക്കൊടുവേലി. അപ്പൊ അതൊക്കെ ഇവിടെ ഇതിന്റെ ഈ കാര്യങ്ങളെല്ലാം കൂടെ എന്തായാലും കമ്മട്ടം വരത്തില്ല. പക്ഷെ ആ നീലക്കൊടുവേലിയും ഒക്കെ ആയിട്ട് വന്ന് ആട് 3.2-ലെങ്കിലും ആടിനെ ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്ന് കാണണം കാണിക്കാൻ. എന്നുള്ളതാണ് ഞങ്ങളുടെ. അതെ 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 പിന്നെ അതെ. ഒരു കാര്യമുണ്ട്. ഇതിന്റെ ഒരു കഥയിലൊക്കെ അത് എങ്ങനെ സെറ്റാകുന്നു. ഇപ്പൊ ആട് 1ന്റെ അകത്ത് അത് ഓക്കെ ആയിരുന്നു. കാര്യം ആടിന് സമ്മാനമായിട്ട് കിട്ടുന്നത് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ. ഇതിന്റെ കഥയിൽ വരുമ്പോഴത്തേക്ക് ആടിനെ ഇൻവോൾവ് ചെയ്യിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അതിന് ആടെന്ന് പേരിടല്. അതാണ് വേറൊരു കാര്യം. ആടെന്ന് പേരിട്ടിട്ട് ആടില്ലെങ്കിൽ പിന്നെ ആട് പോയിട്ട് ആട് കിടന്നിടത്ത് അല്ല, പൂള പോലും ഇല്ലെന്ന് പറയുന്ന പോലത്തെ ഇതൊരു അവസ്ഥ. ഫ്രാഞ്ചൈസ് ആണല്ലോ. അപ്പൊ സ്വാഭാവികമായും അതിന്റെ ഇതായിട്ട് കണ്ടിന്യൂ ചെയ്യണമല്ലോ. അതിപ്പം തീർച്ചയായിട്ടും. ആം, ചില സീക്വലുകളൊക്കെ ആണെങ്കിലും ജസ്റ്റ് ആ ഒരു നെയിം റെക്കഗ്നിഷന് വേണ്ടിയിട്ട് ഇടുന്നു എന്നുള്ളതല്ലാണ്ട് അതിന്റെ ഒരു ഇപ്പൊ വാഴ 2 വാഴയുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഭീകര കണക്ഷനോ അതിന്റെ ഒരു പ്രോപ്പർ കണ്ടിന്യൂഷനോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ അത് അതാ വാഴകളെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. വാഴകളെ കുറിച്ചാണ്. വാഴ കാണിക്കുന്നുണ്ട്. അൺലൈക്ക് ആട്, വാഴ അതിൻ്റെ അകത്തൊരു ഇതായിട്ടൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം സോ മേ ബി ഡോക്ടർ എന്താണ് ഡോക്ടർ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്യൂച്ചർ നെക്സ്റ്റ് ഫിലിമിലേക്ക്? ഇനി ഞാനൊരു ചെറിയൊരു ഹിസ്റ്ററി ബഫാണ്. അതുകൊണ്ട് ഹിസ്റ്ററി കണ്ടുകൊണ്ടിരിക്കാനായിട്ടാണെങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ അതൊരു ചെറിയ പ്രതീക്ഷ ഉണ്ട്. ബട്ട് ഓവറോൾ എനിക്ക് അങ്ങനെ വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. ബട്ട് ഇത് പറഞ്ഞ പോലെ ഉള്ളതും ആടിന്റെ കൂടെ പോയി ഒരു ചെറിയ കിട്ടിയിരുന്നു. ഉള്ളത് കൂടെ ചെറുതായിട്ടൊന്ന് പോയി കിട്ടിയ ഒരു എക്സ്പെക്ടേഷനെ ഒരുപാട് ലോങ് ആക്കരുത് എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ, ഒരു വെൽ ഡിസൈൻഡ് കഥ, ആ, അതൊരു നല്ല രീതിയിൽ ആ ഒരു ഡിസർവിങ് ആയിട്ടുള്ള ഒരു എൻഡിങ് കൊടുക്കുന്ന ഒരു നല്ല കഥയാണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി വിത്ത്. എന്ത് പോയി കാണും സ്റ്റിൽ. ബട്ട് ലൈക്ക് അത് ഇത്തവണ ഈ മറ്റേ ഒരു ഇത് ഇത്തവണ ചെയ്തപോലെ ലൈക്ക് ലോങ് ആക്കി വെറുപ്പിക്കരുത്. അത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ലൈക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. പറഞ്ഞ ചില സമയത്ത് അതിനകത്ത് ഈ ആറ് വണ്ണിന് അല്ല 3.1 കോമഡി ചില സമയത്ത് നല്ല നല്ല രീതിയിലുള്ള കോമഡി ആയിരുന്നു. ലൈക്ക് ആ ഒരു സെറ്റപ്പിന് വേണ്ടിയുള്ള കോമഡി നല്ലതായിരുന്നു അവരുടെ പ്രസന്റ് സിറ്റുവേഷനിൽ. അത് കുറച്ചുകൂടെ കൂടുതൽ നല്ല എന്നാ നമ്മുടെ 3.2 കിട്ടിയാൽ കൊള്ളാമെന്ന്. ലൈക്ക് ദാറ്റ്സ് മൈ എക്സ്പെക്ടേഷൻ. അതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഐ വുഡ് ലൈക്ക് ടു സീ ദ ഫ്യൂച്ചർ എ ബിറ്റ് മോർ. കാരണം എനിക്ക് എന്താണ് നമ്മുടെ ഇന്ദ്രൻസ് മാത്രമേ ഉള്ളൂ മെയിൻ കാസ്റ്റിന്റെ അതിൽ അങ്ങനെ ഫ്യൂച്ചറിൽ കാണിക്കുന്നത്. അപ്പം ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ ഫ്യൂച്ചറിൽ വരുമ്പോഴത്തേനും അല്ലെങ്കിൽ എന്താണ് ഫ്യൂച്ചറിൽ നടക്കുന്നത് എന്നുള്ളത് കാണാൻ എനിക്ക് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഈ ആഗ്രഹമുണ്ട്. ടൈം ലൈനുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചിലപ്പോൾ ആ ഒരു ടൈം വെച്ചതാവാൻ. ലൈനിൽ ഷാജി പാപ്പൻ ഉണ്ടാവില്ല എന്നാണ് നീ പറയുന്നത്? ആ ഒരു ടൈം ലൈനിൽ ഷാജി പാപ്പൻ ഉണ്ടാവണമെങ്കിൽ ഈ ടൈം ലൈനിൽ എന്താണ് സംഭവം, ഈ ടൈം ലൈൻ പുള്ളി സർവൈവ് ചെയ്യണം. പാസ്റ്റിൽ പോകുന്നുണ്ടല്ലോ പുള്ളി. അപ്പൊ ആ പക്ഷെ ഇത് അവരുടെ ആ ഒരു ഡിജിറ്റൽ ആദ്യം കാണിക്കുന്ന ആ ഒരു എന്താ ഒരു സാധനം ഉണ്ടല്ലോ, എന്താണ് ഒരു അറേ, എന്താ അതിന് പറയുന്ന ഒരു ഹോളോഗ്രാഫിക് ഡിസ്പ്ലേ. പ്രൊജക്ടർ പോലത്തെ സാധനത്തിനകത്തിൽ ഇവരുടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കാണിക്കുന്ന പോലെ എന്തോ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഓർത്തൊക്കെ ഫ്യൂച്ചറിലും ഷാജി പാപ്പൻ കാണുമോ അതോ ഇനി പ്രസന്റിലെയോ ഷാജി പാപ്പൻ ഇങ്ങോട്ട് ടൈം ട്രാവൽ ചെയ്ത് വന്നതാണോ? അറിയില്ല. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ഫ്യൂച്ചർ എക്സ്പ്ലോർ അടുത്ത പാർട്ടിൽ ഫ്യൂച്ചർ കുറച്ചുകൂടെ അതിന്റെ കുറച്ചുകൂടെ ഒരു എക്സ്പ്ലോറേഷൻ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അതോടെ ആട് സമാപ്തമാവുകയാണ് എന്നുള്ള ഒരു ഒരു ടോക്കും ഉണ്ടായിരുന്നു. കാര്യം ഷാജി പാപ്പൻ രക്ഷപ്പെടുന്നതോടെ ആട് അവസാനിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് ഇറങ്ങിയപ്പോഴാ ഞാൻ റീസെന്റ്ലി ഒരു ഇന്റർവ്യൂല് കണ്ടു. ആട് ഫ്രാഞ്ചൈസ് എൻഡ് ചെയ്യുമായിരിക്കും. അതായത് മിഥുൻ മാനുവൽ ഇനിയിപ്പം ഇതിന് കഥ എഴുതത്തില്ല. അദ്ദേഹത്തിന്റെ അവസാനത്തെ പടമായിരിക്കും മറ്റാരെങ്കിലൊക്കെ 3.2. സ്പിൻ ഓഫ് പോലെ എടുക്കാന്നുള്ള സ്പിൻ രീതിയിലല്ലേ. ഓഫ് എടുക്കും, അല്ലെങ്കിൽ ഇതിന് എന്താ വേറെ ബ്രാഞ്ചിങ് സ്റ്റോറീസ് കാണും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ വിജയ് ബാബു പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് എങ്കയോ ഞാൻ അന്നേരം കേട്ടക്കുരൽ ആലോചിച്ചു.
ഇതല്ലേ LCUവിൽ ലോകേഷ് ജി പറഞ്ഞത്? ഇപ്പൊ LCU ഇല്ല. എന്താണെങ്കിലും ലോകേഷ് ജിയും കാണുന്നില്ല. എവിടെ പോയോ? തിരിച്ചു വരും. എനിവേസ് തിരുമ്പി വരും അണ്ണൻ. യെസ്. അപ്പം അപ്പം ഫോർ മീ ഇറ്റ് ഈസ് ദ ഫ്യൂച്ചർ ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. ഒബ്വിയസ്ലി ഇപ്പൊ എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആണ്. ബട്ട് ഫ്യൂച്ചറിനകത്തിൽ ഷാജി പാപ്പൻ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താണ് അതിന്റെ ഒരു റെലവൻസ് എന്ന് അറിയാൻ വേണ്ടി എനിക്കൊരു ഒരു 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 ആഗ്രഹമുണ്ട്. യെസ്. അനദർ തിങ്. ആ ആ, അല്ല, പാസ്റ്റിൽ ഇവരുടെ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ സിമിലർ ആണ്. ഇപ്പം മറ്റേ അജു വർഗീസ് ആണെങ്കിലും പാസ്റ്റിലാണെങ്കിലും ഒരു സാരഥി ഒരു ഒരു കോഴിയാണല്ലോ. മറ്റേ രാജ്ഞിയുടെ പുറകെ നടക്കുവാണല്ലോ പുള്ളിയുടെ പണി. പിന്നെ തീർച്ചയായും. പത്മനാഭന്റെ ചേട്ടനാണെങ്കിൽ മറ്റിടത്ത് തോക്കുണ്ടാക്കുന്ന രീതിയിലൊക്കെയാണ്. ഇവിടെ ഒരു കളരി അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് പക്ഷെ എനിക്കുണ്ടല്ലോ, ഏതാണ്ടൊക്കെ ആ ആ. കളരി സീക്വൻസിന്റെ അതില് കളരി ഇച്ചിരി ആ ഒരു ഇംഗ്ലീഷുകാരെ ഒരു ഓവർ പവർ ചെയ്തിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് എനിക്ക് ആക്ച്വലി തോന്നിയായിരുന്നു. ബിക്കോസ് അങ്ങനെ ഞാനൊരു ആ. റീസെന്റ് ഒരു ഹിസ്റ്റോറിക്കൽ സാധനം ഇങ്ങനെ എന്താ ഫോളോ ചെയ്യുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ പേജ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനകത്തിൽ ഇങ്ങനെ പറയായിരുന്നു, കളരി ഇപ്പം കേരളത്തിൽ അത്രയും മേജർ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം അല്ലാത്ത, അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്ട് ഫോം അല്ലാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൊളോണിയൽ റൂളാണ്. കാരണം കൊളോണിയൽ റൂളിന്റെ സമയത്ത് നമുക്ക് ഈ കളരി പെർഫോം ചെയ്യുന്നവരെ ബിഹെഡ് ചെയ്യുക, അവരെ ഹാങ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ പേടിച്ച ബാൻ ആൾക്കാര് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാൻ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ ആ ബാനിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ബ്രൂട്ടലായിട്ട് അത് ഫോഴ്സ് ചെയ്ത് അത് നിർത്തലാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കളരി നമുക്ക് ഇച്ചിരി ഒന്ന് പല നമ്മുടെയൊക്കെ ഏരിയകളിൽ ആ ഒരു മിഡ് കേരളം, ലോ കേരളം ഏരിയകളിൽ അധികം ഇല്ലല്ലോ കളരി. അതായത് കളരി അഭ്യസിക്കുന്ന സ്ഥലങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. നമ്മള് ചെയ്യണമെങ്കിൽ മുകളിലേക്ക് പോകണമല്ലോ. മലബാർ ഏരിയയിലേക്കൊക്കെ പോകണമല്ലോ, തൃശ്ശൂർ ഏരിയ ഒക്കെ പോകണമല്ലോ. അപ്പൊ ഇത് കാരണമാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതെനിക്ക് ആക്ച്വലി, അതായത് നമുക്ക് നമ്മുടെ കളരി സോ പവർഫുൾ ദാറ്റ് അവർക്ക് നമ്മുടെ എന്താ നമ്മുടെ മെയ്വഴക്കോ അല്ലെങ്കിൽ നമ്മുടെ ആ ഓരോ ഇൻസ്ട്രുമെന്റ്സും ഓരോ ആയുധങ്ങൾ യൂസ് അവരെ ചെറുത്ത് ചെയ്യാനുള്ള നിൽക്കാനായിട്ടുള്ള ഒരു പറ്റുന്നില്ല. അല്ല, ഇതാവുന്നുള്ളൂ. ആ കളരി ആക്ച്വലി ഉം. നല്ല ലൈക്ക് ഇറ്റ്സ് എല്ലാ മാർഷൽ ആർട്സിന്റെ ബേസ് ആണെന്നാണ് കളരിയെ കുറിച്ച് പറയപ്പെടുന്നത്. പറയുന്നത്. ഉം. മാത്രമല്ല ലൈക്ക് കളരിയുടെ ചില ബാക്കി കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള മാർഷൽ ആർട്സോടെ പോയിട്ടില്ല. കാരണം മർമ്മം ആ, നോക്കിയാണ് ആ, കളരിയുടെ ഓരോ വിദ്യ. അപ്പോഴത്തേക്കും അത് ചെയ്യുമ്പോഴത്തേക്കും അത് കളരി ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഒരു ശത്രു ഉണ്ടെന്ന് വന്നാലും നല്ല ഡിസിപ്ലിനോട് ചെയ്യുന്ന ഒരു ആർട്ട് ഫോം ആയതുകൊണ്ട് തന്നെ, ലൈക്ക് മാർഷൽ ആർട്ട് ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന റവന്യൂ കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഓവർ പവർ ചെയ്യാൻ പറ്റും. നമുക്ക് കളരി അറിയാമെങ്കിൽ അത് നമ്മുടെ എസ്പെഷ്യലി ദേവ്ജി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഒരു 10 പേര് വന്നാലും 20 പുള്ളി പേര് നേരിടും വന്നാലും ഞാൻ നേരിടും എന്നൊക്കെ. നേരിടും അതെ, എന്നൊക്കെ അതെ. കളരി അഭ്യസിച്ചിട്ടുള്ളത് കൊണ്ട്. അല്ല, അതപ്പോ അങ്ങനത്തെ ഒരു പേടിയും കാരണമായിരുന്നു. അത് അവർക്ക് സബ്ഡ്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്ക് എന്താ സ്നീക്ക് അറ്റാക്ക് അറിയാം, ഭയങ്കര ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് എന്നുള്ള രീതിയിലാണ് അത് ആക്ച്വലി ബാൻ ചെയ്തത്. അപ്പൊ ഇറ്റ്സ് സച്ച് എ സാഡ് ഫാക്ട്. പക്ഷെ അത് ഇവിടെ അവർ അപ്ലൈ ചെയ്തപ്പോ ഐ റിയലി വിഷ് ദാറ്റ് ആ കളരി അഭ്യസിച്ചവര്, അല്ലെങ്കിൽ ആ കളരി ആ ഒരു സീക്വൻസില് ഈ സ്റ്റണ്ട് പെൺപിള്ള ഉണ്ടല്ലോ, അവരുടെ ക്യാരക്ടറിന്റെ പേര് കെസാൻഡ്ര. കെസാൻഡ്ര വന്നിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഫൈറ്റിനകത്ത് കളരി ഡ്യൂട്ടിനെ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരാതിരുന്ന് കളരി ഒന്ന് ഓവർ പവർ അല്ല, പക്ഷെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോ നൈസായിരുന്നു. പുള്ളിക്കാരിയുടെ മാസ് പോവില്ലേ? അല്ല, അത് അതാണ്. പോവും. അത് പോകാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. ബ്രിട്ടീഷുകാരെ അങ്ങനെ മാസാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ അല്ല, പറഞ്ഞത്. ആ അതല്ല, പുള്ളിക്കാരി കളരി ഒരു വില്ലത്തി എന്നുള്ള മാസാക്കണമായിരുന്നു നിലയിൽ എന്നാണ് ഞാൻ ഒരു ഒരു പറഞ്ഞത്. സ്ട്രോങ് ആയിട്ട് ഒരു അത് ഓൾറെഡി പ്രസൻസ് എക്സ്റ്റാബ്ലിഷ് വേണമല്ലോ. ഇപ്പം ചെയ്തല്ലോ. അല്ല, പക്ഷെ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിപ്പോ ജയിലറിന്റെ അകത്ത് വർമ്മൻ അങ്ങ് പീക്കിൽ കൊണ്ട് വെച്ചിട്ട് അടുത്ത സീനിലെ പുള്ളിനെ പിച്ചക്കാരനാക്കി മാറ്റിയിട്ട് പിന്നെ അവിടെ ഒരു ചെറിയൊരു ഇടിവ് സംഭവിക്കുന്നുണ്ടല്ലോ. എന്നാലും അത് ആ ഉണ്ട്. ഒരു പക്ഷെ ഞാൻ ആ, പറയുന്നത് പുള്ളിക്കാരിയെ, അതായത് ഈ ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റില് പുള്ളിക്കാരി ഇയാളെ തോൽപ്പിക്കാതെ കുറച്ചും കൂടെ ഒരു എന്തായത് മസിൽസിന് പകരം കുറേം വേണമെങ്കിൽ കൂടെ ഒരു തോക്ക് വെച്ചിട്ട് ആയുധങ്ങളോ ഇതാക്കാൻ. വെച്ചിട്ട് സബ്ഡ്യൂ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കായിരുന്നു. നല്ലതായിരുന്നേനെ. അങ്ങനത്തെ ഒരു ആംഗിൾ കാണിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നേനെ. നമ്മുടെ ഒരു പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ പത്മനാഭന്റെ ചേട്ടന്റെ കളരിപ്പയറ്റുകാരല്ലേ, അപ്പൊ തുളുനാടനും കളരിയൊക്കെ ആയതുകൊണ്ട് ശരി, കറക്റ്റ്. അപ്പം ന്യായം, അത് ന്യായം. ബുദ്ധിമുട്ട്. അപ്പൊ അവര് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാസമാവുമല്ലോ. അപ്പൊ അത് ഇങ്ങേരുടെ ശിഷ്യന്മാരായിരിക്കുമല്ലോ. അപ്പം ആ രീതിയിലുള്ള കളരിയാണെന്ന് വിചാരിച്ച് നമ്മളങ്ങ് സമാധാനിച്ചാൽ മതി. വേറൊരു കാര്യം, what do you ഉം. guys think about Vedika's item number? ഓവറായിരുന്നു. ഡാൻസ് നമ്പറോ?
ഓ, ഓവറായിരുന്നോ? ഓക്കെ. ഐ മീൻ ലൈക്ക് ഞാൻ ഡാൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ഗുഡ്. ബട്ട് എനിക്ക് തോന്നുന്നു അതിന്റെ ആവശ്യമില്ലായിരുന്നു എനിക്ക് ആ തോന്നുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് ദിഗുവിന് തോന്നുന്നത്? ആവശ്യമുള്ളായിരുന്നു, ആവശ്യമില്ലാത്തായിരുന്നു, വേണമായിരുന്നു, വേണ്ടായിരുന്നു, ആ അല്ല ഡാൻസ് അത് നല്ലായിരുന്നു, എൻജോയ് ചെയ്യാൻ പറ്റിയ എന്താണ്? അത് പിന്നെ ബഡ്ജറ്റ് 60 കോടിയൊക്കെ ആവുമ്പത്തേക്ക് ഫോർ മാർക്കറ്റിംഗ് പർപ്പസസ് എന്തെങ്കിലുമൊക്കെ ഒരു ഗാനമൊക്കെ വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് പക്ഷെ അങ്ങനെ ഒരു സെക്കൻഡിനകത്ത് ഗാനം റെലവൻസ് അല്ല. ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു പാട്ട് ഈ പടത്തിനെ നമ്മൾക്ക് അങ്ങനെ, അതായത് ഈ പാട്ട് കാരണം ആൾക്കാർ വന്ന് കണ്ടു എന്നുള്ളൊരു അവസ്ഥയിലേക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സത്യം അല്ല പറഞ്ഞാൽ. അവരുദ്ദേശിച്ച ഇതാണ് ഞാൻ പറഞ്ഞത്. പ്രൊഡ്യൂസർ ആ എന്നുള്ള ആ. രീതിയിൽ ആ ഒരു ഇത് കൊണ്ടുവന്നത് അതിനായിരിക്കാം എന്നുള്ള രീതിയിലാണ്. അതിനാണല്ലോ ഇപ്പം ആടില് നിഖില വിമല് ഈ സോങ് ചെയ്യുന്നെന്നും ചെയ്യുന്ന പറഞ്ഞുകൊണ്ടാണ് ആ, അതിന് ഞാനും ഒരു കേട്ടായിരുന്നു ഇത് അത്. വന്നത്. അപ്പൊ അങ്ങനെ നിഖില വിമൽ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഹൈപ്പ് അങ്ങനെ ആ രീതിയിൽ വന്നായിരുന്നു. പക്ഷെ Yeah. നിഖില വിമൽ അല്ല വന്നത്, വേറെ ഇപ്പൊ വേദികയാണ് വന്നത്. പക്ഷെ Okay. എന്നാലും ആ ഒരു രീതിയിൽ അതൊരു ഇതായിട്ട് മാറിയില്ല, ഒരു തരംഗമായി മാറിയില്ല. അപ്പൊ അവരാ ഉദ്ദേശിച്ചതില് ഒരു പാർട്ട് അതിൽ വർക്കായില്ലേ. തീർച്ചയായും തീർച്ചയായും. ആ Yeah. അതാണ്. ഇതിന് ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെ ഇപ്പം അറിയില്ല. അത് എനിക്കങ്ങനെ ആയാലും ആയിരിക്കാം. അതിന്റെ ആവശ്യമില്ല. എന്നെ നിഖില വിമലിനെ സംബന്ധിച്ചേ കൊണ്ടുവന്നാല്, അല്ല ആ, നിഖില വിമലിനെ കൊണ്ടുവന്നാല് ആ സ്ഥായി ഭാവമായിരിക്കും കൂടുതല്. കലിപ്പ് എനി- സ്ഥായി ഭാവം. എനിക്ക് നികിത വിമലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പുള്ളിക്കാരത്തി പുള്ളിക്കാരിയുടെ ഒരു ആള് ഫാൻ നല്ല ഗേളാണ്. നൈസാണ്. പക്ഷെ ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി ഈ സ്ഥായി ഭാവം വിട്ടുപിടിച്ചേ പറ്റൂ. ഞാൻ മറ്റേ എന്നാ ഇപ്പൊ ഒരു പടം കണ്ടോണ്ടിരിക്കുകയാണ്, മറ്റേ പെണ്ണ് കേസ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരത്തിന്റെ ആ പടം ആ. കണ്ടോണ്ടിരിക്കുക. ആസ് യൂഷ്വൽ സ്ഥായി ഭാവം, സെയിം സ്ഥായി ഭാവം, ഒരു ഇതാണ് മാറ്റമില്ല. നിഖിലയ്ക്കും മറ്റേ നമ്മുടെ നിമിഷ സജയൻ അങ്ങനെ കുറച്ച് പേർക്ക് ഈ ഒരു പ്രശ്നം ആളുകൾ പറയാറുണ്ട്. ഇങ്ങനെ ഒരു ഡിസ്കസ്റ്റഡ് മുഖഭാഗം ഉണ്ടെന്നല്ലേ? സ്ഥായി ഭാവമായിട്ടുള്ള ഒരു അത് അതിന്റെ ഒരു നിഖിലക്ക് ഇപ്പൊ ഇഷ്യൂ ഉണ്ട്. ഈയിടെയായിട്ട് ലൈക്ക് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊരു ചെറിയ ഇത് മാത്രം ഉള്ളതെന്നായിരുന്നു. ബട്ട് ഇതിപ്പോ ഓവറായി വരുന്നുണ്ട്. ഉം. പക്ഷെ അത് മറ്റേ ഗുരുവായൂരമ്പല നടക്കകത്ത് അത് ഓക്കെ ആയിരുന്നു. ആ ഭാവത്തിന് കറക്റ്റ് ആയിരുന്നു ആ റോള്. അപ്പൊ ആ അതുകൊണ്ട് അതെ അതെ അതെ. അതാ റോളിന് കറക്റ്റ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ദിസ് ഈസ് ഗെറ്റിംഗ് ടു മച്ച് ഔട്ട് ഓഫ് ആ എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. ശരിയാണ്. ഐ ഡോണ്ട് നോ. അപ്പം അപ്പൊ ഞാൻ പറയുന്നേ, ഇനിയിപ്പോ ഈ ചിലപ്പോ അടുത്ത ഡാൻസ് പാർട്ടില് ടിപ്പു സുൽത്താനെ കാണിക്കുവാണെങ്കിലോ. ടിപ്പു സുൽത്താന്റെ മെയിൻ ആളാണല്ലോ അസം ഖാൻ. ടിപ്പു സുൽത്താനായിട്ട് ആരായിരിക്കും വരുന്നത് ഇങ്ങനെ ഓ കാണിക്കുവാണെങ്കിൽ? ആ, ടിപ്പു സുൽത്താനോ? ഉം. ടിപ്പു സുൽത്താൻ ടിപ്പു വരികയാണെങ്കിൽ സുൽത്താൻ ഇച്ചിരി കൂടെ പ്രായമുള്ള ആളെ, സിദ്ദിഖൊക്കെ ആണെങ്കിലും മുകേഷ് ജി ആണെങ്കിലും നല്ലായിരിക്കും. കോമഡി അന്തസ്സുണ്ട് ആയിരിക്കും അത്. അതിന്. ആ കോമഡി ആവണമല്ലോ, അതാണല്ലോ നമ്മുടെ ഒരു ഐറ്റം എന്ന് പറയുന്നത്, കോമഡി ആയിരിക്കണമല്ലോ. ശരിയാണ്. I don't know. ഈ ഷാജി പാപ്പൻ മറ്റേ പെണ്ണ് തേച്ചതിന്റെ അല്ല അവളെ ഇട്ടിട്ട് പോയതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്കങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് ഫസ്റ്റ് വലിയ ഒന്നും വികാരങ്ങളൊന്നും തോന്നിയില്ലല്ലോ. വന്നില്ല. ഒരു മെയിൻ ഇതായിട്ടൊന്നും അങ്ങനെ അത് അല്ലായിരുന്നല്ലോ. പോയി, അത്രേ ഉള്ളൂ. അതങ്ങനെ വലിയ പ്രേമോ ആയിരുന്നില്ല. അത് ഷാജി പാപ്പിന് തന്നെ വലിയ ആഘാതങ്ങളൊന്നും സൃഷ്ടിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലല്ലേ. അത് ഏറ്റില്ല ഷാജി പാപ്പന്. കാരണം ഷാജി പാപ്പൻ അതിലും വലിയൊരു തേപ്പിലൂടെ കടന്നു പോയതാണ്. അതെ. പുള്ളിക്കാരി ഇന്റർവ്യൂവിന്റെ അകത്ത് എനിക്ക് വീണ്ടും ഇങ്ങനെ ഒരു അവസരം തന്നതിൽ നിന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ എന്തെങ്കിലും റോള് കാണുന്നു. കാണുമായിരിക്കും. പക്ഷെ വെറുതെ മുഖം കാണിക്കാൻ ഒരു അവസരം തന്നു എന്നുള്ള രീതിയിലാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. അതാണ് അതിൻ്റെ അപ്പൊ അങ്ങനെ. നീ എന്താ ചോദിക്കാൻ വന്നാണല്ലോ ഞാനോ? എന്തെങ്കിലും? ഇല്ല, ഞാനിതിന്റെ എനിക്ക് ആക്ച്വലി ആ ഡാൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞാൻ ഡാൻസ് ഭയങ്കരമായിട്ട് ആണോ? എൻജോയ് ചെയ്തായിരുന്നു. ആൻഡ് ഐ ലൈക്ഡ് ഹെർ ഗോൾഡൻ കോസ്റ്റ്യൂം ഓൾസോ. ഷീ വാസ് വെരി പ്രിറ്റി ഇൻ ഇറ്റ്. അപ്പം പക്ഷെ ആ പാട്ട് വർക്കായോ? എനിക്ക് ആ പാട്ട് അങ്ങനെ പാട്ട് വലിയ എനിക്ക് അറിഞ്ഞൂടാ. പാട്ടിന്റെ കാര്യവും ഈ ഐറ്റം സോങ് ഇതിനകത്തിൽ പ്ലേസ് ചെയ്തതിന്റെ കാര്യവും ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു. ഇറ്റ് വാസ് യൂസ്ലെസ് ഫോർ ദ ഫിലിം, സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച്. അതിനൊരു ആവശ്യമില്ലായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് വന്നത്. പക്ഷെ ഈ സോങ് ഉണ്ടല്ലോ, ഈ ഒരു അവസ്ഥയിൽ നമ്മളിപ്പോ മസ്തിഷ്ക മരണത്തിന്റെ എപ്പിസോഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് റിയലി ഗോൺ വിത്ത് ദാറ്റ് ഫിലിം. കാരണം ഇറ്റ് വാസ് നൈസ്. എനിക്കത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഡാൻസും ഇഷ്ടപ്പെട്ടു, കോസ്റ്റ്യൂംസും ഇഷ്ടപ്പെട്ടു. ഓവറോൾ പുള്ളിക്കാരിയുടെ ആ ഒരു ഡാൻസിന് വേണ്ടി പുള്ളിക്കാരി ഇട്ട എഫേർട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷി റിയലി അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്, ഡാൻസിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി. ഐ റിയലി എൻജോയ്ഡ് ദ ഡാൻസ്.
ഐ ഡോണ്ട് നോ. പക്ഷെ ഈ പടത്തിനത് ആവശ്യമില്ലായിരുന്നു. ഒരു ഐറ്റം സോങ്ങിന്റെ സത്യം പറഞ്ഞ രണ്ടാമത്തേനകത്തിൽ ഒരു ഐറ്റം സോങ് എന്ന് പറയാൻ പറ്റൂല. എന്തോ ഒരു ഞാൻ ഇങ്ങനത്തെ ഈ മറ്റേ സ്പെഷ്യൽ സോങ്ങുകളൊക്കെ എപ്പോഴും ഈ പടത്തിൻ്റെ അകത്ത് ഒന്നെങ്കിൽ ആ കഥയുമായിട്ട് ബന്ധമില്ലെങ്കിൽ അത് മറ്റേ ആഫ്റ്റർ ക്രെഡിറ്റ്സിൽ ഇടുന്ന പോലത്തെ പരിപാടിയോ അല്ലെങ്കിൽ ആ, അതിൻ്റെ ഒരു ചുമ്മാ ഇങ്ങനെ സൗണ്ട് ട്രാക്ക് പോലെ റിലീസ് ചെയ്യുന്ന പോലെ അങ്ങനെ ഇടുന്ന, അപ്പോൾ ആ റൺ ടൈമും കുറച്ചുകൂടെ ആ, ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. ആ ഒരു തീർച്ചയായും. ഇതിലോട്ട് എന്താണ് ഇവരെത്താത്തത് എന്നുള്ള, പിന്നെ എന്തെങ്കിലുമൊക്കെ വേണ്ട തിയേറ്ററിലൊന്ന് ആൾക്കാർക്കൊന്ന് അടിച്ച് പൊളിക്കാൻ എന്നുള്ള ഒരു നൃത്തം ഉം. ചവിട്ടാൻ ഒക്കെ ആയിട്ട്. ആണോ? നമ്മളങ്ങനെ നൃത്തം ചവിട്ടുന്ന കൂട്ടത്തിലല്ലാത്തതുകൊണ്ട് അല്ലാതെ ആരും അല്ല കേട്ടോ. അത് ഞാൻ പറയട്ടെ. ഇപ്പൊ ഈ മലയാളം പടം കാണാൻ പോകുമ്പോഴത്തേനുവേ നമ്മുടെ ഓഡിയൻസ് ഇങ്ങനെ ഭയങ്കര നമ്മള് സീറ്റ് അനങ്ങാത്ത ഒരു രീതിയിലാണ് അല്ല, ഇരിക്കുന്നത് പക്ഷെ എപ്പോഴും. അതിനുള്ള പറ്റിയ വൈബ് പാട്ടുകളുണ്ടെങ്കിൽ ഇപ്പൊ രാവണപ്രഭുവിന്റെ ഒക്കെ റീ റിലീസിന് പോയപ്പം ഈ പറഞ്ഞ എല്ലാവരും മറ്റേ തകില് പുകിലിനാണേലും ഉം. എല്ലാത്തിനും ഡാൻസ് ആയിരുന്നു. ഓരോ ഗാനം എന്തിന് മറ്റേ ഇത് വന്നപ്പോ പോലും അറിയാതെ വന്നപ്പോ പോലും അതിന്റെ അകത്ത് റൊമാൻസ് കളിച്ച് ഓ, ഡാൻസ് കളിച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതാ ഒരു പ്രത്യേക വൈബ് അനുസരിച്ച് ഇരിക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. Yeah. Yes. അപ്പം അതാണ്. അപ്പൊ എനിക്കറിഞ്ഞൂടാ അത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഭിപ്രായം? ഒരു ഓവറോൾ അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെയാണ്? ഇസ് ഇറ്റ് എ ഗുഡ് ഫിലിം? ഇസ് ഇറ്റ് എ ബാഡ് ഫിലിം? വാട്ട് ഡു യു തിങ്ക്? എനിക്കൊരു ആവറേജ് അനുഭവം എന്നുള്ള ഒരു, എന്താണ് ഡോക്ടർ പറയൂ. ഞാൻ പറഞ്ഞു എനിക്കോ പിന്നെ ആ, എനിക്കൊരു മെന്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല പടം ഒരു കാണുമ്പോഴത്തേക്കുള്ളൊരു ആട് പടം കണ്ട ഒരു ഫീല് നമുക്കില്ല. ഫീൽ ഇല്ല. ഒരു പഴയ ഈ പറഞ്ഞ പോലെ എന്തോ ഒരു ഇപ്പൊ മറ്റേ ഇതിഹാസ എന്നൊക്കെ പറയുന്ന പോലത്തെ അതുപോലത്തെ എന്തോ ഒരു സംഭവം കണ്ടു ആ, അതെ 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 അതെ. എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ആട് ഫ്രാഞ്ചൈസിലുള്ള പടം കണ്ടു എന്നുള്ള ഒരു ഇതില്ല. ആ കാര്യത്തിൽ എനിക്ക് ആട് ടു വെരി സാറ്റിസ്ഫൈങ് ആയിരുന്നു. റീവാച്ച് ക്വാളിറ്റി ഉണ്ടോ? ഐ മീൻ ലൈക്ക് 1 and 2. നമ്മള് 1 and 2 ഒത്തിരി വട്ടം പിന്നെയും കാണുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ എനിക്കത് അതുപോലെ എനിക്ക് തോന്നുന്നില്ല അതുണ്ടെന്ന്. ലൈക്ക് ഉം. നമുക്ക് OTT വന്നാൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള റിയാക്ഷനോടെ ലൈക്ക് ഫർദർ ഓഡിയൻസിന്റെ റിയാക്ഷനോടെ അറിയാൻ പറ്റത്തുള്ളൂ. എനിക്ക് സോ അത് തോന്നുന്നില്ല വന്ന് അങ്ങനെ ഒരു റീവാച്ച് വാല്യൂ ഇതിനുണ്ടെന്നുള്ള രീതിയിൽ. OTT വന്നാലും അത് കാര്യം ആ ഒരു എന്താ പറയുന്നത്, അല്ല പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റ പടമായിട്ട് 3.1ഉം 2ഉം കൂടെ ഒരുമിച്ചിരുന്ന് കാണേണ്ട വരും. അല്ലാണ്ടൊരു അങ്ങനെ ഒരു റീവാച്ച് വാല്യൂ ഉള്ള ഒരു പടമല്ല. അത് 1 and 2 ആണ്. അതിപ്പോഴും അതിന്റെ കോമഡി ആ ചെയ്യുന്ന അതെ കണ്ടാല് അത് അതെ. ലൈക്ക് വേറെ ലെവലാണ്. ഇത് കഴിഞ്ഞ ദിവസം കൂടെ ഇരുന്ന മറ്റേ ഇവര് നമ്മുടെ ആട് വണ്ണനകത്തെ സാന്താ തോമസ് ഇറങ്ങി വരുന്ന ഒരു സീൻ ഉണ്ടല്ലോ. മിസ്റ്റർ പപ്പൻ എന്നാ ചേട്ടാ പേര്? ആ ഒരു സീനൊക്കെ മറ്റേ ആട്ടുംകാട്ടം മറ്റേ പോലീസ് ചെക്കിങ്ങിന്റെ ആ സമയത്ത് എടുത്ത് വരുമ്പോ ആട്ടുംകാട്ടത്തിന് പിന്നെ മറ്റേ എന്തിന്റെ അവലോസുന്റെ എന്നോട് ടേസ്റ്റ് ഉണ്ടാവില്ല ശീലമില്ല ഷാജി ചേട്ടാ. ഷാജേട്ടൻ. ചവിട്ടി വീട് ഷൽബപ്പ എന്ന് പറയുമ്പോഴത്തേനും മിണ്ടാരിയുടെ അവിടെ വണ്ടി ഓടുന്നത് തന്നെ ഭാഗ്യം എന്ന് പറയുന്നു. മറ്റേ പിന്നെ കുള്ളൻ മറ്റേ അരനാരങ്ങ ആ നിന്റെ ഒരു ഡയലോഗ് നീലക്കൊടുവേലിയും പച്ചക്കൊടുവേലിയും ഒന്നും സാറിന്റെ നീലക്കൊടുവേലി ഞാൻ അന്നേരം പറഞ്ഞില്ലായിരുന്നു സാറിന്റെ നീലക്കൊടുവേലിയും പച്ചക്കൊടുവേലിയും ഒന്നും എന്റെ കയ്യിലില്ല. മറ്റേ മറ്റേ ഇതിന്റെ മറ്റേ അച്ചെടുത്തിട്ട് ഇത് ഷാജി ബാബിന്റെ നടുവിന് വെച്ച് ബിൽഡ് ചെയ്യാന്. വെൽഡ് ചെയ്യാനാ സെക്കൻഡിൽ അത്. ഈവൻ ഉണ്ടല്ലോ മറ്റേ ഇപ്പം ആടിന്റെ ക്ലൈമാക്സിന്റെ ഫസ്റ്റ് പാർട്ടിലാണേല് സോമൻ മറ്റേ വാരിക്കുഴി വീഴുമ്പം എടാ വാരിക്കുഴി സോമ എന്ന് പറയും. വാരിക്കുഴി സോമൻ നിന്റെ തന്ത എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അതിൻ്റെ അകത്ത് വീഴുന്നത്. ഇതിന്റെ അകത്തേ ആടിന്റെ അകത്ത് ഇവര് സോമനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഹക്കീമും സോമനും കൂടെ അവിടെ നിൽക്കുവാണല്ലോ. അപ്പം ഫുള്ള് പുകയാണ്. ഉം. അപ്പം അത് ഞാനിവിടെ കിടന്ന ചവറെല്ലാം കൂട്ടിയിട്ട് ചവറ് കത്തിക്കുന്ന പുകയും മഞ്ഞും തമ്മിൽ തിരിച്ചറിയാൻ മേലാത്ത മണ്ടൻ എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. അങ്ങനെ കുറെ ഐറ്റം ഉണ്ട് ഉണ്ട് നമുക്കങ്ങനെ ഉണ്ട് ഉണ്ട്. ഒരു പറയാനായിട്ട്. കാര്യം ഇപ്പം 1, 2, 3 എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് പടം ഏതായിരിക്കും? വണ്ണവനായിരിക്കും. അതിപ്പോ വണ്ണിനൊരു സ്പെഷ്യൽ പ്ലേസ് അതുണ്ട് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. പക്ഷെ എന്നാലും എനിക്ക് തീർച്ചയായിട്ടും 1ഉം അതിൻ്റെ അകത്ത് 2ഉം ഒരുപോലെ ഇഷ്ടമാണ് എനിക്ക്. എനിക്ക് 2 കേട്ടോ. ഞാൻ എപ്പോഴും 2 ആണ് റീവാച്ച് ചെയ്യുന്നത്. ജസ്റ്റ് എനിക്ക് രണ്ടാമത്തെ കുറച്ചുകൂടെ കോമഡീസ് കുറച്ചുകൂടെ ഇഷ്ടമാണ്. ആദ്യത്തെ കോമഡീസ് എനിക്ക് എസ്പെഷ്യലി അവന്മാർ ആ വെടിവെക്കുന്ന ആ ഒരു സീനല്ലേ അതിൻ്റെ അത് വേണ്ട ഇതേതാ വെസ്റ്റ് ഇൻഡീസിലെ കളിക്കാരൻ വെസ്റ്റ് കാറ്റ് ഇൻഡീസിന് പൊട്ടിക്കുന്നു
അതെ. അത് കഴിഞ്ഞിട്ട് കണ്ണൂർ കണ്ടിട്ട് ആഫ്രിക്കയിലെ ദൈവമാണെന്നോ ദൈവമാണെന്ന് തോന്നുന്നു. അല്ല ഇതുണ്ടല്ലോ ഇപ്പം താ- ആ ഒരു സീൻ ലൈക്ക് പുള്ളിയൊക്കെ ഇവര് ഒരു ഒഴുകുന്ന ഒരു ഫീലിംഗിലാ പോകുന്ന സംഭവം. ലൈക്ക് മണ്ടന്മാരാന്ന് കാണിക്കുന്ന ഒരു രീതിയില്. ഈ ഫസ്റ്റ് വണ്ണിന്റെ അകത്തിലല്ലേ മറ്റേ ഇംഗ്ലീഷിൽ പറയുമ്പോ ഷാജിബാബൻ ഇങ്ങനെ കേട്ടിട്ട് ആ എന്താ ഷാജിബാബ എന്താ പറയുന്നത് പറഞ്ഞ കാര്യമായിട്ട് അന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ടെന്ന് പറയുന്നത്. അല്ല ഇത് ഇപ്പൊ ഉണ്ടല്ലോ അല്ല അല്ല അത് അത് സെക്കൻഡ് സെക്കൻഡിന്റെ പാർട്ടിലാ. സെക്കൻഡ് കമ്പാരറ്റീവിന്റെ പാർട്ടാ. ഇത് സെക്കൻഡ് വരുമ്പോഴത്തേക്ക് ഞാനതാ പറഞ്ഞ എനിക്ക് ഓർമ്മയുള്ള കോമഡീസ് എല്ലാം അല്ലെങ്കിൽ എന്റെ മൈൻഡിൽ എപ്പോഴും സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നത് സെക്കൻഡ് വണ്ണിനെ കുറിച്ച്. സെക്കൻഡിലുണ്ടല്ലോ അവര് നന്നായിട്ട് എനിക്ക് എഫിഷ്യന്റ് ആയിട്ട് ചെയ്ത ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റിന്റെ അകത്ത് മാസ് കാണിക്കാൻ വന്നിട്ട് അത് കോമഡി ആക്കുന്ന രീതിയിലായിരുന്നു. സെക്കൻഡിന്റെ അകത്ത് വന്നപ്പോൾ അവരാ മാസിന്റെ കാര്യങ്ങളും ഉണ്ട്, അതേസമയം അവരുടെ ആ പൊട്ടത്തരവും മണ്ടത്തരവും എല്ലാം വിടാതെ തന്നെ ഉണ്ട്. അത് ബ്ലെൻഡ് ചെയ്ത് ശരി. അതെനിക്ക് ശരിക്കും വർക്കായിരുന്നു. പിന്നെ ചെകുത്താൻ ലാസറൊക്കെ ഉണ്ടായിരുന്നല്ലോ, ചെകുത്താൻ ലാസറും അവിടെ അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ട് അഡ്രസ്സ് എഴുതി വെച്ചോണ്ട് നേരെ കണ്ടുപിടിച്ച് വരാൻ പറ്റിയത് പറയുന്നത്. ഈവൻ അല്ല ബൈജുവിന്റെ ആക്ച്വലി ക്യാരക്ടറൊക്കെ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ, പുതിയ ആ ആൾക്കാർ ശരിയാ. വന്നപ്പോഴും ഓ ബൈജുവിന്റെ ക്യാരക്ടർ ഇതിനകത്തിൽ ഇല്ലായിരുന്നു അല്ലേ? ഞാനത് മറന്നേ ഇതിനകത്തില്ല, പോയി. ആ ഓക്കെ. ഫസ്റ്റിന്റെ അകത്തുണ്ട്, അല്ല സെക്കൻഡിന്റെ അകത്തുണ്ട്. അപ്പൊ അങ്ങനെ അവര് പുതിയ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നപ്പോ പോലും അത് വർക്കായി നമുക്ക്. ഇപ്പൊ ഇരുമ്പ് അബ്ദുള്ള ഒന്നും ആദ്യത്തെ അകത്ത് പുള്ളിയാണ് ഇവരുടെ ക്യാരക്ടേഴ്സിന് ഒരു ഇൻട്രോ കൊടുക്കുന്നത് ഫസ്റ്റ് പടത്തില്, നമുക്കേ കൊടുക്കുന്നത്. പക്ഷെ സെക്കൻഡിന്റെ അകത്ത് ഇരുമ്പ് അബ്ദുള്ള എന്നിട്ട് മറ്റേ ഷമീറിനെ വിളിച്ച് വിവരം പറയാനായിട്ട് ഇതൊരു ഇതൊരു അനോണിമസ് അനോണിമസ് കോളാണ്, കോളാണ്. ട്രൂ കോളറിൽ ഇരുമ്പ് അബ്ദുള്ള എന്ന് പറയുന്നത് കാണിക്കും. അങ്ങനെ ആ കൊറേ പേര് ഐറ്റം പറയണ്ട. ഉണ്ടായിരുന്നു. പറയണ്ട. കൊറേ ഐറ്റം ഉണ്ടായിരുന്നു. മറ്റേ വിപ്ലവ സിംഹമേ എന്ന് പറഞ്ഞ് പുള്ളി വിളിക്കുന്നതൊക്കെ, അങ്ങനത്തെ കൊറേ സാധനങ്ങള് അത് ഇവര് തന്നെ കയ്യിൽ നിന്ന് ഇട്ട കൊറേ ഐറ്റംസ് ഉണ്ട് ഇതിന്റെ അകത്തും. അങ്ങനെ എന്തൊക്കെയോ എന്താ പറഞ്ഞു, പക്ഷെ മിഥുൻ ഓരോന്ന് വരുമ്പോഴത്തേക്ക് ഇത് ജെൻസിക്ക് വർക്കാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോ അവര് പറഞ്ഞത് ചിലപ്പോ വർക്ക് ആയനായിരിക്കും എനിക്കിപ്പോ തോന്നുന്നു. ഇതിന്റെ ആ ഇല്ല ഡിലീറ്റഡ് സീൻ എനിക്ക് തന്നെ തോന്നുന്നു ഒരു ആ, എനിക്ക് തോന്നുന്നത് അവര് നാച്ചുറൽ ഫ്ലോയിലോട്ട് പോവുകയാണെങ്കിൽ വർക്ക് ഇതിപ്പോ ജെൻസി ആയാലും എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ വിഷയമുള്ള കാര്യമായിരിക്കും എന്ന്. കാരണം എനിക്ക് തോന്നുന്നു അത് എല്ലാരും എൻജോയ് ചെയ്തൊരു പടമാണ്. ഈവൻ ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് പാർട്ട് ആണെങ്കിലും. അതെ, ഐക്കോണിക് ആയിട്ടുള്ള കുറെ മൊമെന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ അകത്ത് അത് മിസ്സിംഗ് ആണ്. മേ ബി ഇനിയിപ്പോ 3.2 അവര് അത് ഫിക്സ് ചെയ്യുമെന്ന് ഹൈപ്പ് മാൻ പക്ഷികൾക്കറിയുന്ന ഓൺ ശബ്ദത്തിൽ ഹൈപ്പ് കേൾക്കുന്നു. മോഡ്. ഞാൻ അങ്ങനെയൊക്കെ പലതും പറയും, പക്ഷെ പടം ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാവും. ഇതൊക്കെ തന്നെയാണ് കൂലിക്കും തെഗ് ലീഫിനും ഒക്കെ ഇരുന്ന് പറഞ്ഞത്. എന്നിട്ട് അത് വന്നപ്പോൾ കൂലി പവർ ഹൗസ് എന്ന് പറയണ്ട, പറയുന്നില്ല. എന്താണെങ്കിലും മിഥുൻ മാനുവൽ നമുക്ക് ഡിസപ്പോയിന്റ് ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിക്കാം, ഇങ്ങനെ പ്രതീക്ഷിക്കാം. ഓസ്ലർ പോലുള്ള മഹാദുരന്തങ്ങളൊക്കെ പുള്ളി തന്നെങ്കിലും അത് ത്രില്ലർ ജനർ ആയതുകൊണ്ട് ഇത് കൊമഡി. ഞാൻ പുള്ളിയുടെ ഏതൊരു ഹൊറർ പടം കണ്ടായിരുന്നു, ഫീനിക്സ് എന്നോ എന്താണ്ട് പറഞ്ഞിട്ട്. നല്ല ഒരു അത് നീ മികച്ച ദുരന്തമാന്ന് പറഞ്ഞോണ്ട് ഞാൻ കണ്ടില്ല. ഒരു മികച്ച പടമായിരുന്നു. ആണോ? എന്തിനാണോ ഞാനത് കണ്ടതെന്നായിപ്പോയി ഞാൻ. Yeah, അതാണ് ഇപ്പം നമ്മുടെ ആട് 3നെ കുറിച്ചുള്ള അഭിപ്രായം ഇതാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഞങ്ങളോട് പറയാം. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഡോക്ടർ ആൻഡ് ദിക്കു? വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല. ഇപ്പോഴത്തെ ഈ റൺ ടൈം ഒക്കെ ആൾക്കാർ പറഞ്ഞ പരാതികളൊക്കെ മിഥുൻ കണ്ട് അവരിപ്പം സൈജുക്കുറിപ്പൊക്കെ മറ്റേ ഇതിന്റെ തിയേറ്റർ അല്ല ഇതിന്റെ ട്രെയിലറിന്റെ റിയാക്ഷനൊക്കെ അങ്ങ് നോർത്തിലൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഇത് ഈ പഞ്ചാബി മറ്റേ പരബ്രം സിംഗ് പോലുള്ള റിയാക്ടേഴ്സ് ഒക്കെ റിയാക്ട് ചെയ്ത് കണ്ടിട്ടായിരിക്കും. അവർക്കൊന്നും ആടേതാ പൂട ഏതാന്നൊന്നും അറിയത്തൊന്നുമില്ല. പിന്നെ മലയാളി ഓഡിയൻസ് ആയതുകൊണ്ട് അവര് ആ ഒരു ഇതിന് റിയാക്ട് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഇത് വെച്ചിട്ട് എന്താ പറയുന്ന ആട് 3യുടെ ട്രെയിലർ അങ്ങനെ എല്ലായിടത്തും അവർക്ക് ക്യാരക്ടേഴ്സ് ഒന്നും അറിയില്ലെങ്കിലും ആട് ഷാജി പാപ്പൻ അങ്ങനെ പേരുകളൊക്കെ അവർക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി പുളകം കൊണ്ടായിരുന്നു. അപ്പം അതൊക്കെ കാണുന്ന സ്ഥിതിക്ക് ഇതിന്റെ ഈ ഇപ്പൊ കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറഞ്ഞ ഈ എന്താ ലോങ്ങർ റൺ ടൈം കോമഡികളൊന്നും അങ്ങോട്ട് വർക്കായില്ല എന്നൊക്കെ ഉള്ള നല്ല നല്ല വിമർശനങ്ങൾ എടുത്തിട്ട് കുറച്ചുകൂടെ ഒന്ന് ട്രിമ്മാക്കി സെറ്റാക്കി 3 മണിക്കൂർ എടുക്കാനും നമ്മൾ ദുരന്തർ ഒന്നും അല്ലല്ലോ എടുത്ത് വെക്കുന്നത്. അതെ. അത് ആൾക്കാർ പരാതി പറഞ്ഞായിരുന്നു 1 മണിക്കൂർ കട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പം 1 മണിക്കൂർ കട്ട് ചെയ്തു, അയ്യോ ഞങ്ങൾക്ക് അത്രയും കോമഡി മിസ്സായല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച ആളുകളുണ്ടായിരുന്നു. പിന്നെ
പടം ഇറങ്ങിയ സമയത്ത് പ്രോപ്പറായി തിയേറ്ററിലിരുന്ന് ചിരിച്ച് കരഞ്ഞ് മറിഞ്ഞ പടം എന്നൊക്കെ പറഞ്ഞ് വൻ അഭിപ്രായമൊക്കെ. അപ്പൊ അതൊക്കെ ഇവരുടെ തന്നെ ക്രൂവിന്റെ വകയാണോ അതോ ശരിക്കും ആൾക്കാരൊക്കെ ഇങ്ങനെ വർക്കായോ എന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കങ്ങനെ ചിരിച്ചു മറിയാനൊന്നും തോന്നിയില്ല. ആകെപ്പാടെ ഫുക്രുവിന്റെ ഒരു ഊള അയ്യോ കോമഡിയാണ്. അതെന്തുവായിരുന്നത്? ഞാനത് നിന്നോട് വന്ന് പറഞ്ഞു. എനിക്കത് വർക്കായില്ലത് എന്തൊരു തേങ്ങയായിരുന്നു. ഈ സാധനം തന്നെ ഈ ഒരു വാക്ക് വെച്ചിട്ടുള്ള കോമഡി നമ്മുടെ ആ മറ്റേതിനകത്തിലുണ്ട്, പടക്കളത്തിനകത്തിലുണ്ട്. നമ്മുടെ അരുൺ പ്രദീപ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഞാനത് അന്നേരം നിന്നോട് പറഞ്ഞത്. അരുൺ പ്രദീപ് ചെയ്തപ്പോ പക്ഷെ എനിക്കത് വർക്കായി. ഞാനത് ചിരിച്ചായിരുന്നു. പക്ഷെ ഇത് ഫുക്രു ചെയ്തപ്പോ എനിക്കത് അവൻ എന്തിനാണോ ആകെപ്പാടെ വാ തുറന്ന അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഏതാണെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്ത് എന്തോ ഒരു തേങ്ങയാണേലും. വാക്ക് നമ്മൾ ഈ എപ്പോഴും ഈ ജെൻസി അല്ല ഈ ഒരു മറ്റേ ഇതായിരിക്കും. മറ്റേ എന്താ ഈ സ്കിബിഡി. സ്കിബിഡി കബഡി നിരത്തുമ്പം സ്കിബിഡി സ്കിബിഡി പുള്ളി സ്കിബിഡി സ്കിബിഡി നിരത്തുകയാണെന്ന് അത് പറഞ്ഞ്. തന്നെ കറക്റ്റ്. എനിക്കത് കേട്ടിട്ട് നന്നായിട്ടുണ്ട് മോനെ. അതാണ്. പിന്നെ യെസ്, സ്കിബിഡി. പക്ഷെ പുള്ളി ഓർമ്മയുണ്ട്. വന്നത് എന്താണ് നമ്മുടെ അടികപ്പിയാരക്കകത്തിലുള്ള പുള്ളിയുടെ അനിയനായിട്ടാണല്ലോ. എനിക്ക് ആ പുള്ളിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പുള്ളിയെ മിസ് മൂങ്ങ ചെയ്തു. എന്തോ ഗൾഫിൽ പോയെന്നും പറഞ്ഞോണ്ടല്ലേ ഒരു ഫോൺ ഒരനിയനും. കോളിൽ മാത്രമേ ഉള്ളായിരുന്നു. എന്താണ് പുള്ളിയുടെ ശരിക്കുള്ള പേര്? വിനീത് മോഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ ഞാൻ പുള്ളിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കുട്ടൻ മൂങ്ങ. ഈ കൃഷ്ണൻ മന്ദാരത്തിന്റെ മറ്റേ ഫസ്റ്റ് പടത്തിന്റെ അകത്ത് മൂക്കിപ്പൊടി വലിക്കുന്ന പോലത്തെ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞിങ്ങനെ പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് ഒരു മാനർസം ഉണ്ടായിരുന്നു. അത് പിന്നീടുള്ള പടങ്ങളിൽ അങ്ങ് ഇല്ല. കുറഞ്ഞു വന്നു അതെ അല്ലേ? അതെ കുറവാ. അതെ അതെ അതെ. ഇതിനകത്തിൽ ഭഗത്ത് അങ്ങനെ എന്താ പറയുന്ന വലുതായിട്ടൊന്നും ഭഗത്തൊക്കെ ഉണ്ടായിരുന്നു തന്നെ ഞാൻ മറന്നു. പാസ്റ്റിന്റെ സത്യം പറഞ്ഞാ നീ അകത്ത് അവരുടെ പറഞ്ഞപ്പോ. ക്യാരക്ടേഴ്സിന് പേരുണ്ട്. ഇപ്പൊ സൈജക്കുറുപ്പിന് കോമക്കുറുപ്പോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് പുള്ളി അതെ. പടനായകൻ പേര് അതെ കൊടുത്തത്. അതെ അതെ. മറ്റവരുടെ ഒന്നും പേരൊന്നും ഉണ്ടായിരുന്നു എന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. ഉണ്ടായിരുന്നു. എല്ലാവർക്കും പേരുകളൊക്കെ ഉണ്ട്. മറ്റേ ഇയാളുടെ ഉണ്ടോ? പേര് മറ്റേ സർബത്ത് ഷമീറിന്റെ പേര് എന്തോ ഒരു ക്രിസ്ത്യൻ നെയിമാണ്. എന്തോ ആ വറീദ് മാപ്പിളയോ അതെ അതെ. അങ്ങനെ ഉണ്ട്. മറ്റേത് മറ്റേ സാത്താൻ സേവിയറിന്റെ നമുക്കറിയാമല്ലോ. ലോർഡ് വോൾട്ടർ ജോസഫ് എന്നാണ് പേര്. ഉം. പിന്നെ സാത്താൻ ബാക്കിയുള്ളവരുടെ ഒന്നും പേര് മറ്റേ എല്ലാവർക്കും വാൾട്ടർ പേരുകളുണ്ട്. ജോസഫ് പക്ഷെ മറ്റേ നമുക്ക് ഓർമ്മയില്ലെന്നുള്ളൂ. രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പം മറ്റവന്മാരുടെ താഴോട്ട് പുറത്തിറങ്ങുന്ന വീഴുന്നു. അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങി വീണ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് എവിടെയൊക്കെ ഒരു വലിയ അതെനിക്കും കാര്യമൊന്നുമില്ല, തോന്നിയായിരുന്നു. ചളിയാണ്. പക്ഷെ ആ, എന്നാലും ഫോർ സം ഓഡ് റീസൺ അങ്ങനെ yeah, അപ്പൊ അതൊക്കെയാണ്. അതാണ്. അതെ. Yeah. ഡോക്ടർ എന്തെങ്കിലും ആഡ് ചെയ്ത് ചേർക്കാനുണ്ടോ? എന്തെങ്കിലും നമ്മുടെ ഓഡിയൻസിനോട് എന്തെങ്കിലും അടുത്ത ഇതിനെ കുറിച്ച് അവസാനമായിട്ട് പറയാനുണ്ടോ? ഉം. അവസാനമായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് ഇതോടെ പടം ഓക്കെ അവസാനിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. അത് സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് നല്ലൊരു ഐഡിയ ആയിരുന്നേനെ. ഈ പടത്തോടൊന്ന് തീർക്കുന്നത് അല്ലേ? ഇതോടങ്ങ് തീർക്കുമായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ചെയ്ത് തീർക്കുമായിരുന്നെങ്കിൽ വലിയ ഉപകാരം ഉണ്ടായിരുന്നേ. അല്ല, ഇതോടെ കാരണം തീർത്ത് കഴിഞ്ഞാൽ ഒരു ക്ലിഫ് അ- ഹാങ്ങറിൽ അ- തീർന്നു പോയില്ലേ? പിന്നെ അടുത്തൊരു പിന്നെ അല്ല അതിന്റെ അങ്ങനല്ല. പേര് ക്ലിഫ് ഹാങ്ങറിൽ വെക്കാതെ പടം ഫുള്ളായിട്ട് വെക്കാതെ ഒരു തന്നെ. ഇങ്ങനെ അങ്ങ് ഉം. തീർത്ത്. കാരണം അടുത്തൊരു പടം ഈ വർഷത്തെ ഈ മാസം തന്നെ ഒരുപാട് പടങ്ങൾ ഇറങ്ങാനുണ്ട്. അതിനകത്ത് ഇനിയിപ്പോ ലോൺ എടുക്കേണ്ട അവസ്ഥ ഞാൻ ദിഗംബരനോട് പറഞ്ഞതുപോലെ. അതെ, കാരണം ആ ലെവൽ ഓഫ് പടങ്ങളാണ് ഇനി ഇറങ്ങാൻ പോകുന്നത്. അല്ല തീർച്ചയായും. ഇതിപ്പം ഇവര് കുഴപ്പമില്ല. ഷൂട്ടിംഗ് തുടങ്ങിയോ നെക്സ്റ്റ് പടത്തിന്റെ? അതോ അവര് ഇല്ലെന്ന് പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ? ഇല്ലെന്ന് എനിക്ക് ഈ തോന്നുന്നത്. പടത്തിന്റെ റിസപ്ഷൻ വെച്ചിട്ടാണ് അടുത്ത പടത്തിന്റെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. റിസപ്ഷൻ വെച്ചിട്ടാണെങ്കിൽ ഇപ്പം 2026 ഏറ്റവും ഹയസ്റ്റ് ഗ്രോസർ ആണിത്. എന്താ എനിക്ക് തോന്നുന്നു 116 കോടി ആയിട്ടുണ്ട്. ഓവർസീസില് 6th പൊസിഷനിൽ ഏതാണ്ട് വന്നു. അതായത് ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാളം പടങ്ങളുടെ ലിസ്റ്റിൽ 6ാമത് എന്തോ ആണ് ഓവർസീസ് കളക്ഷൻ വെച്ചിട്ട്. അങ്ങനെ എന്തോ. 6ാമതോ? ഇതിപ്പം നമ്മുടെ ഇത് വെച്ചിട്ട് വേൾഡ് വൈഡ് ഓവർസീസ് മലയാളം പടത്തിന് ഫസ്റ്റാ കിടക്കുന്നത്. വിക്കിപീഡിയ പറഞ്ഞിട്ട് ഈ വർഷത്തെ ഞാൻ ഈ പറഞ്ഞ വർഷത്തെ. ഒരു പടത്തിന് മലയാളം പടങ്ങൾക്ക് ടോട്ടൽ കളക്ട് ഓ ചെയ്തതിൽ ഓക്കെ അങ്ങനെ ഓക്കെ. 6ാമത്തെ പൊസിഷനിൽ ശരി. ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ഓവർസീസ് കളക്ഷൻ വെച്ച് മാത്രം ഉം, 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 ഉം. ആ എന്റെ ഒരു രീതിയിൽ. പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത്രയും ഗ്യാപ്പ് ഇടാൻ പാടില്ല. അതിലേക്ക് അടുത്തൊരു പടം ഇറക്കാൻ പറ്റി. ആ കാര്യത്തിൽ ദുരന്തറിനെ ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. കാരണം അടുപ്പിച്ചടുപ്പിച്ചത്. കാരണം കഴിഞ്ഞ അത് പക്ഷെ ഒന്നിച്ച് ഷൂട്ട് ഡിസംബറിൽ ചെയ്തെന്ന് തോന്നുന്നു. ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് ഒറ്റ പാർട്ടായിട്ട് എടുത്ത്. അത് വളരെ നല്ലൊരു തീരുമാനമാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ. അല്ല, ശരിയാ അല്ലേ? ഇതിന് അവർക്ക് ഇവർക്ക് കുറെ ഇതങ്ങ് ഒന്നിച്ച് ഷൂട്ട് ചെയ്താ പോരെ? പ്രൊഡക്ഷൻ ഡിലേ ഒക്കെ ഒരുപാട് വന്നായിരുന്നു. മഴ വന്ന് അവരുടെ സെറ്റൊക്കെ ഒലിച്ചു പോയി, കുറെ നഷ്ടം. അതുകൊണ്ടൊക്കെ കൂടിയാണ് ബഡ്ജറ്റ് കൂടിയത്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് ഒറ്റ ഇതായിട്ട് വരാഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ജനറലി എന്റെ ഒരു ഒപ്പീനിയൻ അതാണ്. ചെയ്യുവാണെങ്കിൽ എല്ലാം ഒറ്റയടിക്ക് അങ്ങ് ചെയ്തിട്ട് പിന്നെ അടുത്തൊരു ലൈക്ക്
ചില പടങ്ങൾ നമുക്ക് വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും. പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയനിൽ അങ്ങനെയല്ല. അല്ല ഏറ്റവും സാധനം ക്ലിഫ് ഹാങ്കറിലൊന്നും കൊണ്ടിടാ. അത് വേറൊരു കാര്യമാണ്. ഇത് ഞാൻ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ദിഗുവിനോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇത് എന്ത് ക്ലിഫ് ഹാങ്ങർ ആണെന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിഫ് ഹാങ്ങർ ആണ്, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് എ സിനിമാറ്റിക് ക്ലിഫ് ഹാങ്ങർ. ഞാനത് കണ്ടിട്ട് അടുത്ത ഞാനിങ്ങനെ പടം ആലോചിക്കുക, കാണണം എന്ന് പറഞ്ഞ് നമുക്ക് പ്രതീക്ഷ തരുന്ന, അല്ലെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇതില്ല എന്നുള്ള രീതിയിൽ അല്ലേ? അല്ല അങ്ങനെ മാത്രമല്ല, ഇത് അവസാനത്തെ അതായത് പാസ്റ്റിൽ നിന്ന് വരുന്ന ആ മറ്റേ പത്മനാഭൻ തമ്പുരാൻ ഡ്യൂഡ് വന്നിട്ട് സ്റ്റേജിൽ കയറി നിന്ന് ഷാജി പാപ്പന്റെ സ്ഥാനത്ത് സ്റ്റേജിൽ കയറി ഇരിക്കുന്നിടത്താണ് അവർ ക്ലിഫ് ഹാങ്ങർ കൊണ്ടുവച്ചിരിക്കുന്നത്. ഐ അണ്ടർസ്റ്റാൻഡ് സ്റ്റോറി വൈസ് ഒരു ക്ലിഫ് ഹാങ്ങർ ആണ്, പക്ഷെ സിനിമാറ്റിക്കലി നോക്കുമ്പോൾ ഇത് ഇസ് നോട്ട് എ ക്ലിഫ് ഹാങ്ങർ. ഇപ്പം ബാഹുബലിക്കകത്തിൽ ബാഹുബലിയുടെ മുതുകത്ത് കട്ടപ്പ കുത്തുന്നതാണ് ക്ലിഫ് ഹാങ്ങർ. ദാറ്റ് ഇസ് ദ സിനിമാറ്റിക് ക്ലിഫ് ഹാങ്ങർ that has been making people want to watch it. അവിടെ ആ ഒരു സീൻ വെച്ചിട്ടാണ് പിന്നീട് അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് സെക്കൻഡ് ഫിലിമിനെ. ഇതിപ്പോ ഇവര് ഈ ഷാജി പാപ്പൻ എടുത്തോണ്ട് സ്റ്റേജിൽ കൊണ്ടുപോയി വെക്കുന്നതാണ് ഇവരുടെ ക്ലിഫ് ഹാങ്ങർ. വാട്ട് കൈൻഡ് ഓഫ് റെഡിക്കുലസ് ക്ലിഫ് ഹാങ്ങർ ഇസ് ദാറ്റ്? ഞാൻ ആ ഒരു സീനിനെയാണ് പറഞ്ഞത്. നോ ലോജിക് ഓൺലി മാഡ്നസ് ആണല്ലോ അത് റെഡിക്കുലസ് പടത്തിന് റെഡിക്കുലസ് ക്ലൈമാക്സ് അല്ലേ വെക്കുന്നത്, അതല്ലേ അതിന്റെ പക്ഷെ ഒരു അത് റെഡിക്കുലസ് എന്ന് പോലും പറയുന്ന ആ ഒരു റെഡിക്കുലസ് പോലും അല്ല, ഇതൊരു ഷിറ്റി ക്ലൈമാക്സ് പോലെയാണ്. ഷിറ്റിയസ്റ്റ് ക്ലിഫ് ഹാങ്ങർ, വൺ ഓഫ് ദ ഷിറ്റിയസ്റ്റ് ക്ലിഫ് ഹാങ്ങർ എവർ സീൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറി വൈസ് അതിനൊരു ക്ലിഫ് ഹാങ്ങർ ഉണ്ട്. സ്റ്റോറി വൈസ് അതൊരു നല്ലൊരു ക്ലിഫ് ഹാങ്ങർ ആണ്. ബട്ട് അതവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സീനിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് പെർട്ടിക്കുലർ ഷോട്ട് ഇസ് നോട്ട് വെയർ യു ഷുഡ് എൻഡ്, മേ ബി അവരാ രണ്ടുപേരും ക്രോസ് ചെയ്യുമ്പോ അവര് ടെലപ്പോർട്ട് ആവുന്നിടത്ത് നിർത്തിയിരുന്നെങ്കിൽ വെക്കുവാണെന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ റിയലി നൈസ്, നല്ലായിരുന്നേനെ. ഇതൊരുമാതിരി സ്റ്റേജ് ഷാജി പാപ്പനെ കൊണ്ട് സ്റ്റേജ് കയറ്റുന്നതാണോ ക്ലിഫ് ഹാങ്ങർ? അതെന്തോ അതൊരുമാതിരി പെട്ടെന്ന് വന്നു പോയതുപോലെ അബ്രപ്റ്റ്ലി എവിടെയോ ആട് 3 പാർട്ട് 2 അങ്ങനെ വന്ന് പെട്ടെന്ന് വരെ നിർത്തരും. അപ്പം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ? ഇപ്പം ഇതിനകത്തില് എന്താണ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയെന്ന് ഞങ്ങളോട് പറയുക. ദിസ് ഇസ് വാട്ട് വി ഫെൽറ്റ് ആഫ്റ്റർ വാച്ചിങ് ആട് 3. ഇറ്റ് വാസ് നോട്ട് എ ബാഡ് ഫിലിം, ഇറ്റ് വാസ് നോട്ട് ഇതർ എൻ ആഡ് ഫിലിം എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുപോലെ ഞങ്ങൾ പുതിയ പടങ്ങളൊക്കെ ഇറങ്ങുമ്പോഴത്തേനും നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് റീസെന്റ് ആയിട്ട് ഒരു ദുരന്തർ എപ്പിസോഡ് വന്നിട്ടുണ്ട്. ദുരന്തർ 2 ആൻഡ് ദുരന്തർ 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഹാവൻ ലിസൺ ടു ഇറ്റ്, ഗോ ആൻഡ് ചെക്ക് ഔട്ട് അവർ യൂട്യൂബ് പേജ്. അതുപോലെ നമുക്ക് സ്പോട്ടിഫൈയിൽ പല പുതിയ എപ്പിസോഡുകൾ വരുന്നുണ്ട്. സ്പോട്ടിഫൈയിൽ ഉള്ള എപ്പിസോഡ്സ് ഇവിടെ യൂട്യൂബിൽ ഇല്ലാത്ത എപ്പിസോഡ്സും സ്പോട്ടിഫൈയിലുണ്ട്. സോ ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ് ടു അവർ സ്പോട്ടിഫൈ ചാനൽ, അത് പോയി നോക്കുക. ബിക്കോസ് അവിടെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന മൊമെന്റിൽ തന്നെ നമ്മുടെ എല്ലാ എപ്പിസോഡ്സും നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ വിത്ത് ദാറ്റ് നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. Until we see you guys next time, this is me, UDC Kumari, signing out with Mr. Digambaran and Dr. Sense. Bye. ബൈ.